ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ദൈവമായിരിക്കും. ആമേൻ. ദൈവം തന്റെ ഭക്തന്മാർക്ക് കരുതലുകൾ ഒരുക്കാതെ, ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടുന്നത് മറച്ചു വെക്കാതെ, മാറ്റിവെക്കാതെ, ഹല്ലേലൂയ, ഒന്നും സംഭവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരുതലുകൾ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 2018 ജനുവരി മാസം 1-ാം തീയതി, ഹല്ലേലൂയ, അഹമ്മദാബാദ് പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ വെച്ചിട്ട് വല്ലാത്ത ഒരു അപകടം ഞങ്ങൾക്കുണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, മരിച്ചു എന്ന് ഡോക്ടേഴ്സ് വിധിയെഴുത്ത് നടത്തിയ ഇടത്ത് നിന്ന് അവൻ ജീവനോടെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ജീവനോടെ പുറത്തു കൊണ്ടുവന്ന് ഇന്നും നിങ്ങളുടെ നടുവിൽ ഈ വചനം ശുശ്രൂഷിക്കാൻ ആക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവിൽ തന്നെ ഞാൻ പറയാം, ആമേൻ, പിശാച് വഴിയിൽ തകർക്കുവാൻ, പകുതി വഴിയിൽ നമ്മുടെ യാത്രകളെ അവസാനിപ്പിക്കുവാൻ, നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ, തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ അതിലേക്ക് എത്താതെ വണ്ണം പകുതി വഴിയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയാലും അതൊരിക്കലും ആമേൻ വിജയിക്കത്തില്ല. കാരണം നമ്മുടെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മുടെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തക്ക സമയത്ത് തന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുത്തും. ആമേൻ. ആ സാക്ഷ്യത്തിലേക്ക് ദൈവം നിയോഗിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇടയ്ക്ക് നിങ്ങളോട് അറിയിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ മീറ്റിങ്ങിന് എന്നെ ക്ഷണിച്ച് ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഉള്ളിൽ തന്നൊരു വചനമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ രഹബോത്ത് മിനിസ്ട്രി എന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടു. രഹബോത്ത്, ഈ രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? സ്തോത്രം, ഹല്ലേലൂയ. രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഇടം ഉണ്ടാക്കി എന്നാണ്. ഇടം ഉണ്ടാക്കി, ഹല്ലേലൂയ. അപ്പോൾ ഈ രഹബോത്ത് എന്ന വാക്ക് നമ്മൾ കാണുന്നത് ഏത് പുസ്തകത്തിലാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലാണ് രഹബോത്ത് എന്ന വാക്ക് നമ്മൾ കാണുന്നത്. രഹബോത്ത് എന്ന വാക്ക് ഭയങ്കര അർത്ഥങ്ങൾ ഉള്ളതായ ഒരു വാക്യമാണ്. രഹബോത്ത് എന്ന വാക്കിന് ഭയങ്കരമായ ഒരു അർത്ഥം ആമേൻ കിടപ്പുണ്ട്. ആമേൻ, സ്തോത്രം. നിങ്ങൾ 26-ാം അധ്യായം പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് തന്നത് കൊണ്ട് ഞാനൊരു വാക്കൊന്ന് പറയട്ടെ. ഹല്ലേലൂയ. 26-ാം അധ്യായം അതിന്റെ 22-ാമത് വാക്യം ഒന്ന് വായിക്കാവോ? അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ആമേൻ. രഹബോത്ത് എന്ന് പേരിട്ടു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് കണ്ടോ? ദേശത്ത് വർദ്ധിക്കും എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി. ആ വാക്കാണ് നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ യഹോവ നമുക്ക് എന്തുണ്ടാക്കി? ആമേൻ, സ്തോത്രം, ഇടം ഉണ്ടാക്കി. ഇടം ഉണ്ടാക്കി. അപ്പോൾ ആമേൻ, ഈ 26-ാം അധ്യായത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? 26-ാം അധ്യായം അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്നത് പോലുള്ള ഒരു ക്ഷാമം ആമേൻ ഇസ്ഹാക്കിന്റെ കാലത്തും ഉണ്ടായി. അപ്പന്റെ കാലത്ത് ക്ഷാമമുണ്ടായി. അതേപോലൊരു ക്ഷാമം ഇസ്ഹാക്കിന്റെ ജീവിതത്തിലും വന്നു. ഞാൻ ഒത്തിരി ആവർത്തിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവേ, എന്തുകൊണ്ട് ഈ ക്ഷാമം ഇവന്റെ ജീവിതത്തിൽ വന്നു? നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചിട്ടല്ലേ, കർത്താവേ, ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും ഉപവസിച്ചു, ഒന്നിന് പുറകെ ഒന്നായി പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. വൈ ലോർഡ്, എന്തുകൊണ്ടാണ് എന്നതിന്റെ ഒറ്റ ഉത്തരം 25-ാമത്തെ അധ്യായത്തിൽ തരുന്നുണ്ട്. 26-ാം അധ്യായം അവൻ അതിന്റെ 2-ാമത് വാക്യമാണ്. 26-ാം അധ്യായം 1-ാമത് വാക്യം പറയുന്നു, അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് പോലുള്ള ഒരു ക്ഷാമം ഇസ്ഹാക്കിന്റെ കാലത്ത് പിന്നെയും ഉണ്ടായി. പക്ഷെ 2-ാമത് വാക്യം നമുക്ക് അടുത്ത വാക്യം പറയുന്നു, യഹോവ അവന് പ്രത്യക്ഷനായി. യഹോവ അവന് പ്രത്യക്ഷനായി. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. എപ്പോഴാ ദൈവം എപ്പോഴാ പ്രത്യക്ഷനായത്? ക്ഷാമമുണ്ടായ സമയം ദൈവം അവന് പ്രത്യക്ഷനായി. അങ്ങനെയെങ്കിൽ ചോദ്യം, എന്തിനാ നിന്റെ ജീവിതത്തിൽ ക്ഷാമം വരുന്നേ? ഒറ്റ ഉത്തരം, മറഞ്ഞിരുന്ന ദൈവ സാന്നിധ്യം, മറഞ്ഞിരിക്കുന്ന ദൈവം മറനീക്കി നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നത് നിന്റെ ജീവിതത്തിലെ ചില ക്ഷാമങ്ങളിലായിരിക്കും. അങ്ങനെയെങ്കിൽ ക്ഷാമത്തിന് സ്തോത്രം പറയാമോ? അവൻ ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ട് മാറിപ്പോകാതെ എന്റെ കുടുംബത്തിനകത്ത് കുലുകുത്തി വാണ് നിന്ന ചില ക്ഷാമങ്ങൾ എന്നെ ഉടച്ചു കളയാനായിരുന്നില്ല, മറിച്ച്
ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെട്ടു വരാനായിരുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ക്ഷാമങ്ങൾ തകർത്ത് കളയാനല്ല, ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ്. ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒറ്റ ചോദ്യമേ പറയുന്നുള്ളൂ, ഇവിടെ നീ പാർക്കുക. എവിടെ? ക്ഷാമമുള്ളിടത്ത് പാർക്കുക. എവിടെ പാർക്കാൻ ദൈവം പറയുന്നു? നീ ക്ഷാമം അനുഭവിക്കുന്ന, ശൂന്യത അനുഭവിക്കുന്ന, പ്രാർത്ഥിച്ചിട്ടും മറുപടികളില്ലാത്ത, കൈപ്പേറിയതായ ഈ ക്ഷാമമുള്ള ദേശത്ത് നീ പാർക്കുക. ഇസ്ഹാക്ക് അവിടെ പാർത്തു. എത്ര നാൾ പാർത്തു എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി പല കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാം. നീ അബ്രഹാമിന്റെ പേര് കഴിഞ്ഞാൽ അടുത്ത പേരിന് അവകാശിയാണ്. നാളുകളിൽ ചരിത്രം എഴുതുമ്പോൾ അബ്രഹാമിന്റെ പേര് കഴിഞ്ഞാൽ വേറൊരാളിന്റെ പേരല്ല എഴുതേണ്ടത്. ക്ഷാമത്തിലൂടെ കടന്നുപോയ നിന്റെ പേരാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന് പറഞ്ഞാൽ അബ്രഹാം കഴിഞ്ഞിട്ട് അടുത്ത പേരിന് അവകാശിയാകേണ്ട നിന്റെ ലൈഫിലാണ് ക്ഷാമം വരുന്നത്. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ പറ്റും? ആമേൻ. വാഗ്ദത്തം ഒരുപാടുണ്ട്, ദൂതുകൾ ഒത്തിരിയുണ്ട്, ദൈവശബ്ദം ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഈ ക്ഷാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ദൈവം ഈ ക്ഷാമത്തിനകത്ത് താമസിക്കാൻ പറഞ്ഞാൽ അതിനകത്തൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രാരംഭ സമയം തന്നെ ശക്തമായ വചന വെളിപ്പാടിൽ ദൂത് പറയുകയാണ്. ഈ ക്ഷാമമുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നീ എത്ര 21 ഇരുന്നു, എത്ര 40 ഇരുന്നു, എത്ര 7 ഇരുന്നു, ഈ ക്ഷാമം മാറാൻ തമ്പുരാൻ എന്താ പറഞ്ഞ? നോ, യു ഷുഡ് ഫേസ് ദിസ് ഫാമിൻ. നീ ഈ ക്ഷാമം ഫേസ് ചെയ്യണം. ഈ ക്ഷാമം നീ ഫേസ് ചെയ്യണം. ഈ ക്ഷാമത്തിനകത്താണ് എനിക്ക് നിന്റെ കരുതലുകൾ മറച്ചിട്ടിരിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞേറ്റെടുക്കാൻ കഴിയും? ആമേൻ. ചിലർ പറയും, എന്റെ പൊന്നുവാസേ, ഉള്ള ക്ഷാമം മാറാനായി ഈ മീറ്റിങ്ങിന് കയറുന്നത് തന്നെ. സ്വത്രം. ആമേൻ. ഇപ്പൊ വന്ന ഉപദേശി പറഞ്ഞ ക്ഷാമത്തിനകത്ത് വെയിറ്റ് ചെയ്യാനോ? കുറച്ചുകൂടി കാത്തിരിക്കാം, അല്പം കൂടി വെയിറ്റ് ചെയ്തിട്ട് സ്വോത്രം ചെയ്തിട്ട് പറ, നോ, ഈ ക്ഷാമം ഞാൻ പിന്മാറി പോകത്തില്ല, വിട്ടുപോകത്തില്ല. മറുപടി കിട്ടുന്നിടം വരെ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വരെ ഈ ക്ഷാമത്തിനകത്ത് ഞാൻ വിശ്വസ്തയോടെ നിൽക്കും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും അധികം എന്നെ ഇന്നും മനസ്സിലാകാത്തൊരു വാക്ക്, എന്നാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോടുള്ള ദൂതായത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറയട്ടെ. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ഹല്ലേലൂയ. 12-ാമത്തെ വാക്യത്തിൽ ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. 100 മേനി കിട്ടി. 100 മേനി കിട്ടിയതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്ഹാക്ക് വിതച്ചു. സമയം ഏതാണെന്നറിയാമോ? ക്ഷാമമുള്ള സമയം. ക്ഷാമമുള്ള സമയം എന്ന് പറഞ്ഞാൽ ആഹാരമുള്ള സമയമാണോ ഈ ക്ഷാമം എന്ന് പറയുന്ന സമയം? അല്ല. കഴിക്കാൻ പോലും ആഹാരമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പറമ്പിൽ ഒരു എന്നാ പറയാനാ 2 കൊല തേങ്ങ കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പറമ്പിൽ നിന്ന് 2 കൊല തേങ്ങ കിട്ടി. ക്ഷാമം തുടങ്ങി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് നിലവിളിച്ച് കരയുന്നു. ആഹാരമില്ലാതെ നിലവിളിച്ച് കരയുന്നു. കയ്യിലുള്ള പൈസ കൊണ്ടെല്ലാം മേടിച്ചു, കഴിച്ചു, തീർന്ന് വന്നു. മൂലയിൽ നോക്കുമ്പോൾ 10 തേങ്ങ കിടക്കുന്നു. വിൽക്കാതിരിക്കുന്ന എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? സ്വന്തം തൊട്ടപ്പുറത്തെ മുറിയിൽ വിശന്ന് കരയുന്ന മക്കൾ, തൊട്ടിപ്പുറത്ത് മൂലയിൽ കിടക്കുന്ന തേങ്ങ വിൽക്കാതിരിക്കോ? പോട്ടെ, തേങ്ങയുടെ സ്ഥാനത്ത് നെല്ലായിക്കോട്ടെ, വിൽക്കത്തില്ലേ? നിശ്ചയമായും വിൽക്കും. പക്ഷേ എന്റെ ചോദ്യം, ഈ ക്ഷാമമുള്ള ദേശത്ത് പാർക്കാൻ ഇസ്ഹാക്കെ ദൈവം നിന്നോട് പറഞ്ഞു. അവിടെ നീ വിതച്ചു എന്നല്ലേ എഴുതിയിരിക്കുന്നത്? ഇസ്ഹാക്ക് അവിടെ വിതച്ചു. ചോദ്യം, നിനക്ക് വിതയ്ക്കാൻ വിത്ത് എവിടെ നിന്ന് കിട്ടി? ഇസ്ഹാക്കെ, ഈ ക്ഷാമമുള്ളിടത്ത് വിതയ്ക്കാൻ നിന്റെ കയ്യിൽ വിത്ത് എവിടെയുണ്ട്? സ്വതന്ത്രം. കൂടെയുള്ളവരെല്ലാം ആ ക്ഷാമമുള്ളപ്പോൾ മൂലയിൽ കെട്ടിവെച്ച ഗോതമ്പെടുത്ത് അല്ലെങ്കിൽ ആ നെല്ലെടുത്ത് സ്തോത്രം കുത്തി അരിയാക്കി ഗോതമ്പ് പൊടിച്ചു മാവാക്കി ചപ്പാത്തിയായി ക്ഷാമത്തെ ഫേസ് ചെയ്യുമ്പോ തൊട്ടപ്പുറത്ത് ദൈവശബ്ദം കേട്ട ഇസ്ഹാക്ക് ക്ഷാമം അനുഭവിക്കുമ്പോഴും വീട്ടിനകത്ത് കിടക്കുന്ന വിത്തിനെ അവൻ ആഹാരമാക്കിയില്ല. സ്തോത്രം. അങ്ങനെയുള്ള ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. അങ്ങനെയുള്ള മാതാക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്.
2 3 വർഷം ക്ഷാമം അനുഭവിച്ചപ്പോൾ, മറുപടികളില്ലാത്ത ചില ക്ഷാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അപ്പച്ചൻ തമ്പുരാൻ അകത്തേൽപ്പിച്ച വിത്തിനെ കളയാത്തവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ, ആ വിത്ത് കിളിർക്കും. ആ ക്ഷാമത്തിലും നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിത്ത് കിളിർക്കും. അത് കേവലം 40, 30, 60 കൊണ്ട് ഒതുങ്ങുന്ന ഒരു മറുപടിയല്ല. 100 മേനി. എനിക്കറിയില്ല, ഇന്ന് വരെ ചിന്തിക്കാത്ത തരത്തിൽ ഈ വെളിപ്പാട്, വചനത്തിന്റെ വെളിപ്പാട് ദൈവം തിരിക്കുന്നതാ. ഇന്ന് വരെ നീ വിതച്ചതും നിന്റെ പ്രയത്നം കൊണ്ട് നേടിയതും 100 വരെ നീ എത്തിയിട്ടില്ല, 60% എത്തിയിട്ടുള്ളൂ. പക്ഷെ നീ നിന്റെ ക്ഷാമത്തിലൂടെ കടന്നുപോയപ്പോഴും വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യവും, നീ സൂക്ഷിക്കുന്ന തിക്കായൊരു വചന വെളിപ്പാടും, നീ വെച്ചിരിക്കുന്ന തമ്പുരാൻ ഏൽപ്പിച്ച ചില വിത്തുകൾ കൊണ്ട് അത് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് 100 മേനി വിളവോട് കൂടിയായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് പറയാൻ കഴിയും, ഈ ക്ഷാമമുള്ളപ്പോഴും ഞാൻ കൈമുതലാക്കി വെച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന, ഈ വിത്ത്, ഈ അഭിഷേകം, ഞാൻ കൈമുതലാക്കി വെച്ചിരിക്കുന്ന എന്റെ വാഗ്ദത്തം, എന്റെ തലമുറയുടെ ജീവിതം ഇന്ന് ക്ഷാമമാണ്. ഞാൻ നോക്കുമ്പോൾ ഇന്നവര് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ഈ സ്ട്രഗിളിനകത്തും ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ വിത്തുണ്ടല്ലോ, ഈ പ്രാർത്ഥന എന്ന വിത്ത്, ആരാധന എന്ന വിത്ത്, വചനത്തിന്റെ ധ്യാനം എന്ന വിത്ത്, ശുശ്രൂഷകൾ എന്തുവായിക്കൊള്ളട്ടെ, ദൈവമേൽപ്പിച്ച വിത്തിനെ കളയാതെ ക്ഷാമമുള്ളപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിന്നോട് പറയുന്നു, നിന്റെ കണ്ണ് 100 മേനി കാണും, നിന്റെ കണ്ണ് 100 മേനി കാണും. ചില കുടുംബങ്ങളെ വിവേചിച്ച് തന്നെ ദൂത് പറയുകയാണ്. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തിട്ട് പറ, ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ വിത്ത് കളയത്തില്ല, ഞാൻ വിത്താത്മാവിൽ സൂക്ഷിക്കും, ആ വിത്ത് എന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ക്ഷാമമുള്ളപ്പോൾ വിത്ത് കളഞ്ഞിട്ട് ക്ഷാമത്തെ ജയിക്കാം. വാക്ക് മറക്കരുത്, എന്റെ സ്റ്റേറ്റ്മെന്റുകൾ മറക്കരുത്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിത്തിനെ അപ്പമാക്കി കഴിച്ച ക്ഷാമത്തെ ജയിക്കാം. രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, വിശപ്പിനെ അപ്പമാക്കാം. വാക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയില്ലേ, വിശപ്പ്, സ്ട്രഗിളില്ലേ, ആ സ്ട്രഗിളിനെ അപ്പമാക്കി കഴിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ദൈവമേൽപ്പിച്ച വിത്തിനെ സൂക്ഷിക്കാം. സ്വതന്ത്രം. ഇപ്പോഴത്തെ സ്ട്രഗിളിനെ ഒന്ന് സഹിച്ച വിത്ത് സൂക്ഷിച്ചാൽ ആ വിത്ത് 100 മേനി പുറത്തു കൊണ്ടുവരും. ആമേൻ. നീ ഒരു ചരിത്രമാകും. അല്ല, ഇന്നത്തെ വിത്തിനെ ദൈവം തന്നതിനെ നശിപ്പിച്ച ചില നിമിഷത്തെ അവൻ ജയത്തിന് വേണ്ടി വിശപ്പ് മാറ്റാൻ നീ അത് ചെയ്യുമ്പോൾ നാളുകളിൽ വിത്ത് കരത്തിലില്ലാത്തവനായി അവശേഷിക്കാം. ഇതുപോലുള്ളൊരു അനുഭവം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം. എനിക്കറിയില്ല, ഞാൻ ചിന്തിക്കുന്ന വചനമേ അല്ല. സ്തോത്രം. എന്റെ സന്ദേശത്തിലേക്ക് ഞാൻ കയറാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. പക്ഷെ പരിശുദ്ധാത്മനെ വല്ലാതെ വലിച്ചു കൊണ്ടുപോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത് വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത് വാക്യം. അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവിടെ യേശു ഉപവാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോ പിശാചി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി കഴിക്കണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്. ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കണം. നീ ദൈവപുത്രനെങ്കിൽ. നിങ്ങളോടാ ചോദിക്കുന്നത്. ഇപ്പൊ ആരോടാ? എനിക്ക് പരിചയമുള്ള ആരുമില്ല, അതുകൊണ്ട് പേര് പറയാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. ഏതെങ്കിലും ഒരു സഹോദരി ആകട്ടെ, നിങ്ങളെടുത്ത് ആ പിശാച് തല ചൊറിച്ചുകൊണ്ട് വരിക, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ. കണ്ടോ, ഇഫ് എന്ന വേർഡിന്റെ അർത്ഥമാണ് ഭയങ്കര, ഒത്തിരി സമയം എടുത്ത് വിശദീകരിക്കേണ്ട ഒരു വാക്കാണ്. ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്. സഹോദരി, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ എന്താ വിടുതലില്ലാത്ത? ഉടനെ നമ്മൾ പായിടുക പ്രാർത്ഥിക്കാൻ. ആരുടെ മുമ്പിൽ തെളിയിക്കാനാ? പറ. പിശാചിന്റെ മുമ്പിൽ തെളിയിക്കാനാ. കണ്ടോ? അപ്പോൾ പിശാച് ചോദിക്കുന്ന വേർഡ് കണ്ടോ? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമാകണം. അപ്പൊ കല്ലപ്പമായില്ലെങ്കിലോ ദൈവപുത്രനല്ല. നമ്മുടെ മുമ്പിൽ പിശാച് ഇങ്ങനെ കൊണ്ടുവരുന്നേ, എടാ നീ ഈ വിടുതൽ കിട്ടിയാൽ നീ പ്രാർത്ഥിക്കുന്നവനാ, നീ 21 ഇരുന്നില്ലേ, ഈ വിടുതൽ കാണിക്കേ. ഉടനെ നമ്മൾ കരയാ, തന്നേ പറ്റൂ കർത്താവേ. കർത്താവ് പറയാൻ, എന്റെ മുമ്പിലിരിക്കുന്ന കല്ലപ്പമായില്ലെങ്കിലും ഞാൻ ദൈവമകനാ.
വിഷയം എന്താ അറിയാം? യേശുവിന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ മുൻപിലിരിക്കുന്ന കല്ലിനെ അപ്പമാക്കി കഴിച്ച് വിശപ്പിനെ ജയിക്കാം. രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, വിശപ്പിനെ അപ്പമാക്കി കഴിച്ച് മരുഭൂമിയെ ജയിക്കാം. നിങ്ങൾ എന്ത് ചെയ്യും? അമേൻ, അമേൻ. യേശു രണ്ടാമത്തെ ഓപ്ഷൻ തെരഞ്ഞെടുത്തു. വിശപ്പിനെ അപ്പമാക്കി, വചനത്തെ അപ്പമാക്കി കഴിച്ച് മരുഭൂമിയെ നടന്ന് ജയിച്ചു. നടന്ന് പുറത്തു വന്നപ്പോൾ പുറത്ത് തനിക്കൊരു ശുശ്രൂഷ കാത്തിരിപ്പുണ്ടായിരുന്നു. അവൻ ഇന്ന് രാത്രി മരുഭൂമികളിലൂടെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന മാതാക്കളെ, കുടുംബങ്ങളെ വിവേചിച്ചിട്ട് തന്നെയാ ദൈവാത്മാവ് ഇടപെടുന്നത്. നിങ്ങൾ കടന്നു പോകുന്ന ചില ക്ഷാമങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ക്ഷാമമുണ്ട്. നീ ചോദിക്കുന്നത് അപ്പൊ വിത്തുണ്ട്, ദൂതുണ്ട്, പ്രവചനം കേട്ടതാ, വെളിപ്പാടുണ്ട്. വിത്ത് ഇല്ലാത്തവനല്ല. 40 ഇരുന്ന് വിത്ത് മേടിച്ചോണ്ട് ഇറങ്ങിയതാ. പക്ഷെ ഇന്ന് ക്ഷാമമാ. യേശുവേ, ഞാൻ എന്ത് ചെയ്യണം? ഒറ്റ ഉത്തരം, വെയിറ്റ് ചെയ്യുക. വിത്ത് കളയരുത്. നീ പ്രാപിച്ച ദർശനം കളയരുത്. ആമേൻ. ഏതൊക്കെയോ സഹോദരിമാരോട്, ആരോടൊക്കെയോ ദൈവാത്മാവ് ആഴമായി ഇടപെടുക. ഇന്ന് നീ ഇരിക്കുന്നതും, ഇന്ന് നീ പ്രാർത്ഥിക്കുന്നത് തലമല്ല. ഇന്ന് നീ വെള്ളം കുടിക്കാനില്ലാത്ത ഈ സഹക്ക, ഇന്ന് നീ ക്ഷാമം ഫേസ് ചെയ്യുന്ന അയലുവക്കത്തുള്ള നിന്റെ ഇടത് താമസിക്കുകയും വലത് താമസിക്കുകയും താഴെ താമസിക്കുകയും മുകളിലുള്ള വീട്ടുകാര് ഫേസ് ചെയ്യുന്ന ക്ഷാമം പോലെ ഫേസ് ചെയ്യുന്ന ഒരു നോർമൽ പേഴ്സൺ ആണ് നീ. പക്ഷെ നിന്റെ കയ്യിൽ നീ വിത്ത് ദൈവം ഏൽപ്പിച്ചത് നാട്ടുകാർ കണ്ടിട്ടില്ല. പക്ഷെ നീ അത് സൂക്ഷിച്ചു വെക്കുമെങ്കിൽ നാളുകളിൽ നാട്ടുകാർ ക്ഷാമം അനുഭവിക്കുമ്പോൾ 100 മേനി അവരുടെ മുമ്പിൽ കൊയ്ത് പുറത്തു വരുന്ന ഒരു മനുഷ്യനായി, ഒരു സഹോദരിയായി, ഒരു അഭിഷിക്തയായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. തിരിച്ചിട്ടിരിക്കുന്ന പായിൽ മറ്റുള്ളവർ കാണാതെ മുഴങ്കാലും അടക്കി വിത്ത് സൂക്ഷിക്കുന്നവർ ഈ കൂട്ടത്തിനകത്തിരിപ്പുണ്ട്. അർത്ഥമന ഹടകതുരികടകസി, നിങ്ങളെ നോക്കി ദൈവാത്മ പറയുന്നു, ആ വിത്ത് സൂക്ഷിക്കുക. തലമുറകളെ കുറിച്ച് നീ പ്രാർത്ഥിക്കുന്ന ആൻസി ജേക്കബ് കുടുംബത്തിലെ തലമുറകളെ ഓർത്ത് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ സ്വർഗം കുറിച്ചിട്ടിട്ടുണ്ട്. അടകമനഘടകസി, കാണുന്ന ചില ക്ഷാമങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ചില ഫാമിൻ പോലുള്ള ചില വിഷയങ്ങളും വായിലോടൊന്ന് നീ ചോദിക്കുമ്പോൾ ദൈവം പറയുന്നു, അതൊരിക്കലും ഡിസ്ട്രോയ് ആകത്തില്ല. ഈ ക്ഷാമം നിന്നെ കൊന്നുകളയത്തില്ല. ഈ ക്ഷാമം നിന്നെ തകർത്തു കളയത്തില്ല. നിന്റെ അകത്ത് കിടക്കുന്ന ആ വിത്ത് 100 മേനി പുറത്തു വരുന്നത് പോലെ തലമുറകളുടെ മേൽ വെളിപ്പെട്ടു വരേണ്ട, കുടുംബത്തിനകത്തെ ചിലരുടെ മേൽ വെളിപ്പെട്ടു വരേണ്ട വിടുതലുകളുടെ പൂർത്തീകരണങ്ങൾ അക്കമിട്ട് ദൈവം വെളിപ്പെടുത്തുമെന്ന് ആത്മാവ് തന്റെ വിശുദ്ധിയിൽ ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ സ്തോത്രം ചെയ്തിട്ട് പറ, പ്രാർത്ഥിച്ചിട്ടും കാണാത്ത ചില വിഷയങ്ങളെ കൊണ്ട് ഇനി ഞാൻ ക്ഷീണിക്കത്തില്ല. ഈ ക്ഷാമം കണ്ട് ഇനി ഞാൻ ഡൗൺ ആകത്തില്ല. ദൈവം എനിക്ക് വേണ്ടി മിറക്കിൾ ചെയ്യും. ഞങ്ങളത് കാണുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. എത്ര പേര് ഇതിനകത്ത് ഒരാളല്ല, ശുശ്രൂഷകൾ ചെയ്യുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രാർത്ഥിക്കുകയും ആത്മമണ്ഡലത്തിൽ വചനം വെളിപ്പാടിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ, സ്തോത്രം. നീ കടന്നുപോയ ക്ഷാമങ്ങൾ വെട്ടിക്കളയാൻ നോക്കിയത് തകർച്ചയ്ക്കല്ല, ദൈവത്തിന് നിന്നോട് ഇടപെടാനുള്ളത് കൊണ്ടാണ്. യേശുവിൻ നാമത്തിൽ ഒരു വാക്കുകൂടി എന്നെ വല്ലാതെ നിർബന്ധിക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ വെറുതെ എഴുതി വെച്ചതല്ല രഹബോത്ത് എന്ന്. ഈ രാത്രി വിശ്വസിക്കാൻ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതം ഇന്ന് രാത്രി ഒരു രഹബോത്താണ്. ദൈവം എനിക്ക് ഇടമുണ്ടാക്കും. ആമൻ. ഇതൊരു രഹബോത്തിന്റെ രാത്രിയാകട്ടെ. എവിടെ രഹബോത്ത് ആയതെന്നറിയാമോ? ആമൻ, സ്തോത്ര. ഇസഹാക്ക് 100 മേനി കൊയ്തു എന്ന് പറയുമ്പോൾ ആമൻ, ഈ എത്ര എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ ചാഴി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് നാട്ടിലൊക്കെ. ചാഴി അല്ലെങ്കിൽ വെട്ടുക്കിളി, ഈ കൊതുക്, ഈ എങ്ങനെയൊക്കെ, ഈ അതായത് പാടത്തൊക്കെ കാണുന്ന പല സംഭവങ്ങളില്ല. അപ്പൊ ഇസഹാക്കിന്റെ പാടത്തിലും അങ്ങനെ ഈച്ചകളൊന്നും ഇല്ലായിരുന്നോ? ചിന്തിച്ചിട്ടുണ്ടോ? ഈ 1% കുറെ പതിരായി പോകുന്ന എന്നാന്നറിയാവോ? കതിര് വരുമ്പോളെ, ഇങ്ങനെ കതിരായി വരുമ്പോൾ തന്നെ കുറെ ഈച്ചകളും കൊതുകളൊക്കെ വന്ന് അത് കുത്തി അതിന്റെ നീര് ഊറ്റിയെടുക്കുമ്പോഴാണ് കുറച്ച് അതിന്റെ ഇത് വേസ്റ്റ് ആയി പോകുന്നത്. പക്ഷെ ഇസഹാക്ക് വിതച്ചടത്തെ ഒറ്റ ഈച്ച കയറിയില്ലെന്ന് പറഞ്ഞ ഇന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാക്കാണ്. 100 മേനി. ഞാൻ അടുത്ത പാടമൊന്നും വിതച്ചിട്ടില്ലെന്നേ ആ ദേശത്ത് ഇസഹാക്ക്. കാരണം എല്ലാം ക്ഷാമമല്ലേ. ആ ദേശത്ത് ഇവന്റെ പാടത്ത് മാത്രം വിതച്ചിരിക്കുമ്പോൾ അവിടെ ദേശം മുഴുവൻ ഈച്ചയാ. പക്ഷെ ഇവന്റെ പാടത്ത് കയറാൻ ദൈവം അനുവദിച്ചില്ല. 100 മേനി. വിശ്വസിക്കുക, നീ ആ ക്ഷാമത്തിലൂടെ കടന്നുപോയതാ.
നിന്റെ ക്ഷാമമുള്ള ദേശത്ത് വർദ്ധിപ്പിക്കുന്ന ജോലി ദൈവത്തിന്റെ ആയിരിക്കും, ദൈവത്തിന്റെ ആയിരിക്കും. നിങ്ങൾ ആ വാക്കൊന്ന് പഠിക്കണം കേട്ടോ. ഹല്ലേലൂയ. ആ ഒരു വേർഡ് രഹബോത്ത് എന്ന വാക്കിലേക്ക് ഞാൻ കടന്നു വരിക. അതിനുശേഷം അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും ഇസഹാക്ക് ഫിലിസ്തീർ നികത്തിയതുമായ കിണറുകളെ പിന്നെയും കുഴിച്ചു എന്ന് 15-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസഹാക്ക് കുഴിച്ചു, ഫിലിസ്തീർ നികത്തി. ഇസഹാക്ക് പിന്നെയും കുഴിച്ചു, പിന്നെയും മൂടി. ഇസഹാക്ക് കുഴിച്ചുകൊണ്ടിരുന്നു, മൂടിക്കൊണ്ടേയിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചുണ്ടനയ്ക്കാ മതി കേട്ടോ. നിങ്ങൾ ആരും അൺമ്യൂട്ട് ചെയ്തൊന്നും ഉത്തരം പറയണ്ട. ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ചുണ്ടനക്കി പറഞ്ഞാൽ മതി, എനിക്ക് സംഭവം മനസ്സിലാകും. നിങ്ങൾ ചുണ്ടനക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾ പറയുന്നത്. കാരണം കഴിഞ്ഞ ഈ കോവിഡ് സമയം തൊട്ടേ നമ്മുടെ പരിപാടികളും പലതും ഇപ്പൊ ഓൺലൈനിലൂടെ പല മീറ്റിങ്ങുകളും നടക്കുക. അപ്പൊ നിങ്ങൾ ചുണ്ടനക്കുമ്പോൾ അറിയാം, കറിയെട് ചൂടാക്കാൻ വയ്ക്കാൻ പറഞ്ഞതാണോ, മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ അടുത്തുള്ളവർ മക്കളോട് മിണ്ടായിരിക്കണി എന്ന് പറഞ്ഞതാണോ, ആമേ സ്തോത്രം പറഞ്ഞതാണോ, എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ചുണ്ടനക്കി കാര്യം പറഞ്ഞാൽ മതി, ഞാൻ പിടിച്ചെടുത്തോളാം. സ്തോത്രം. അപ്പോ ആമേ സ്തോത്രം. ഇസഹാക്ക് കുഴിച്ചു, ഫിലിസ്തീർ മൂടി. കുഴിച്ചു, മൂടി. ആര് പരാജയപ്പെട്ടു? ഫിലിസ്തീർ പരാജയപ്പെട്ടു. മൂടിയവൻ പരാജയപ്പെട്ടോ, കുഴിച്ചവൻ പരാജയപ്പെട്ടു? മൂടിയവൻ പരാജയപ്പെട്ടു. മൂടിയവൻ പിന്നെ മൂടിയിട്ടില്ല എന്ന് നമ്മളിപ്പോ വായിച്ചു നിർത്തിയത്. പിന്നെ ആ കിണറിനെ കുറിച്ച് ശണ്ട ഇട്ടില്ല. ശണ്ട ഇട്ടവൻ നിർത്തും, കുഴിക്കുന്നവൻ നിർത്തത്തില്ല. നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം കുഴിച്ചപ്പോൾ അവൻ മൂടി. അവന്റെ ജോലി മൂടുക എന്നുള്ളതാ. നിന്റെ ജോലി കേസ് കൊടുക്കുക എന്നുള്ളതല്ല, വീണ്ടും കുഴിക്കുക എന്നുള്ളതാ. നമ്മൾ കുഴിച്ചുകൊണ്ടേയിരിക്കുക. ഈ കുഴിച്ച വിഷയം എന്താണെന്നറിയാം? അസൂയ കൊണ്ട് മൂടിയെന്ന് എഴുതിയിരിക്കുന്നത്. അവർക്ക് അസൂയ കയറി. ഇതിങ്ങനെ പോയാൽ ഇവള് കയറി ക്ലിക്കാകും ശുശ്രൂഷയിൽ, ഇങ്ങനെ കയറി വരുമല്ലോ എന്ന് കണ്ടും വെട്ടിക്കളയാൻ നിൽക്കുന്ന ആത്മമണ്ഡലത്തിൽ ഞാൻ നിങ്ങളുടെ മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ നാച്ചുറലി സംസാരിക്കുമ്പോഴും എന്റെ ആത്മതലത്തിൽ ഞാൻ ആത്മമണ്ഡലത്തിൽ വെളിപ്പാടിലായി ചില കുടുംബങ്ങളോടും ചില സഹോദരിമാരുടെ തലകളോടും അല്ലെങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിൽ അവൻ അവകാശം ഉന്നയിച്ച് ഉയർന്നു വരാതിരിപ്പാൻ, അവരുടെ ശുശ്രൂഷകൾ ഉയരാതിരിക്കേണ്ടതിന് മൂടിക്കളയുന്ന, നിങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് കുടുംബങ്ങളിൽ വിടുതലുകൾ വെളിപ്പെടുന്നുണ്ട്. പക്ഷേ കാണുവാൻ കഴിയാതെ കാണുക എന്നുള്ള വേർഡല്ല, പ്രാപിക്കാൻ കഴിയാതെ മൂടിക്കളയുന്നതിനെ ഈ രാത്രി ശാസിച്ച നിത്യമായൊരു വിടുതൽ നൽകാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാണ്. അധഗമന 4 ചുവരുകൾക്കകത്ത് മെറീനമ്മച്ചോ 4 ചുവരുകൾക്കകത്ത് ഇറങ്ങി വരേണ്ട ഒരു ദൈവപ്രവൃത്തി പലപ്പോഴായി നീ കുഴിക്കുന്നുണ്ടെങ്കിലും മൂടിക്കിടക്കുന്നതിനെ പിന്നെയും വെട്ടിയെടുക്കുവാൻ ആത്മാവിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുത്തും. വീണ്ടും പറയുന്നു, 4 ചുവരുകൾക്കകത്ത് ഇറങ്ങി വരേണ്ട ഒരു മഹത്വം ഈ ദിവസങ്ങളിൽ ഞാൻ വെളിപ്പെടുത്തുമെന്ന് ആത്മാവ് തന്റെ വിശുദ്ധിയിൽ ആലോചന പറഞ്ഞുറപ്പിക്കുമ്പോൾ മടുത്തു പോകരുത്. ആത്മാവിൽ വെട്ടുക. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുത്തും. ഉടമനഘടക സിജി പ്രമോദ പരിശുദ്ധാത്മാ ഈ പ്രാരംഭ സമയം തന്നെ ഒരു പ്രവാചക നിയോഗത്തിലാണ് ഈ ദൂത് പറയുന്നത്. നീ കുഴിക്കുന്നതിനെ മുഴുവൻ വെട്ടി തുറക്കുന്നു. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വിരിച്ചിട്ടിരിക്കുന്ന പായിൽ ആത്മസാന്നിധ്യത്തിൽ ആത്മമണ്ഡലത്തിൽ നീ ചിലതിനെ വെട്ടാറുണ്ട്. വെട്ടിത്തുറക്കുന്നുണ്ട്. നിന്റെ കണ്ണ് വെള്ളം കാണുന്നുണ്ട്. വെട്ടിത്തുറന്ന് ഉറവകളുടെ വെള്ളം കാണുന്നുണ്ട്. പക്ഷേ അത് കരത്തിനും കണ്ട വെള്ളത്തിനുമിടയിൽ മണ്ണിട്ട് മൂടുന്ന അസൂയയുടെ ചില ഫെലിസ്ത്യ മണ്ഡലങ്ങളുടെ മേൽ ഈ രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞുറപ്പിക്കുകയാണ്. അടകമന അടച്ചു വച്ചിരിക്കുന്ന ചിലതിനെ ഒരു പേപ്പർ കീറിക്കളയുന്നത് പോലെ ആത്മാവ് ഇന്ന് രാത്രി കീറിക്കളഞ്ഞിട്ട് അടകമന ചില മേഖലകളിൽ യുടെ ഉറപ്പുകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. അടകമന 2024 11ാമത്തെ മാസത്തിൽ നാളുകൾക്ക് പുറകിൽ, വ്യക്തമായി പറഞ്ഞാൽ 5 വർഷങ്ങൾക്ക് പുറകിൽ ഉള്ളിൽ ചിന്തിച്ച ഫ്ലോപ്പായി പോയ മാറ്റിവെച്ച ചിലതിന്റെ ചില റീതുടക്കം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെയും കുഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ ചില എന്ന് പറയാ തുടക്കങ്ങൾ പിന്നെയും ദൈവം നിന്റെ കരം കൊണ്ട് ആരംഭിക്കുമെന്ന്
കുടുംബത്തിലൂടെ ഞാൻ ആരംഭിക്കുമെന്ന പരിശുദ്ധാത്മാവ് തന്റെ വിശുദ്ധിയിൽ ആലോചന പറഞ്ഞുറപ്പിക്കുകയാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും, കുഴിക്കുന്ന ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ നിർത്തത്തില്ല? എത്രവർക്ക് ആ തീരുമാനമെടുത്തേ പറ്റത്തുള്ളൂ? ഈ 29, 28 ഡിവൈസിനകത്തിരിക്കുന്ന കുടുംബങ്ങൾ, 28 കുടുംബമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 28 കുടുംബങ്ങളും തീരുമാനമെടുക്കുക. മൂടുന്നവൻ മൂടട്ടെ, എന്നെ വെല്ലുവിളിക്കുന്നവർ വെല്ലുവിളിക്കട്ടെ, എന്നെ ക്ഷീണിപ്പിക്കുന്നവർ ക്ഷീണിപ്പിക്കട്ടെ. കുഴിക്കുന്ന ഞാൻ നിർത്തത്തില്ല, കുഴിക്കുന്ന ഞാൻ നിർത്തത്തില്ല. എന്റെ പ്രാർത്ഥന നിർത്താൻ ഒരു ശക്തിയെയും ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ കുഴിച്ചുകൊണ്ടേയിരിക്കും. മൂടുന്നവൻ പരാജയപ്പെടും, കുഴിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. മൂടുന്നവൻ പരാജയപ്പെടും, കുഴിക്കുന്ന നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ കിണർ കുഴിച്ചു, ആമേൻ, വെള്ളം കണ്ടു, ഇസക മണ്ണിട്ട് മൂടി പിന്നെയും കുഴിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ കിണർ കുഴിച്ചത് ആരാ? ഇസഹാക്ക്. ഉറവ തുറക്കുന്നതാരാ? ദൈവം. ഫെലിസ്ത്യർ മണ്ണിട്ടത് കിണറ്റിലല്ലേ? എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് കുഴിച്ചതിലാണ് മണ്ണിട്ടത്, ദൈവം തുറന്നതിലല്ല. വാക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉറവയെ മണ്ണിടാൻ ഒരു ശത്രുവിനും പറ്റത്തില്ല. നീ കുഴിച്ചതിൽ മണ്ണിട്ടു, സത്യമാ. നീ കുഴിച്ചത് മണ്ണിടുമ്പോഴും തുറന്നവൻ ഉയരത്തിൽ ഇരിപ്പുണ്ട്. 2023 നീ കുഴിച്ചു, അവൻ മൂടിക്കളഞ്ഞു. പേടിക്കണ്ട. 2023 ഉറവ തുറന്നവൻ 2024 തുറക്കാൻ ശക്തനാണ്. നീ കുഴിക്കുക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ വായിച്ച വാക്ക് പെട്ടെന്ന് പറഞ്ഞ എന്റെ സന്ദേശത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാകാം, ദൂതുകൾ ഏറ്റെടുക്കുന്നത് കൊണ്ടാകാം, ഈ വചന വെളിപ്പാടിലേക്ക് ദൈവം വീണ്ടും വീണ്ടും എന്നെ കൊണ്ടുപോകുന്നത്. ആമേൻ, സ്തോത്ര. ഹല്ലേലൂയ. അവിടെ ആമേൻ, ദൈവം നമുക്ക് ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് രഹബോത്ത് എന്ന് പേരിട്ടു. ആ വാക്ക് നിങ്ങളൊന്ന് പഠിക്കണം. രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഇടം ഉണ്ടാക്കി. രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഇടമുണ്ടാക്കി. ദൈവം ഇടമുണ്ടാക്കി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വാക്ക് എന്താണ്? സ്തോത്രം. ഞാനതിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലൊന്ന് വായിക്കാൻ വേണ്ടി പോകും. സ്തോത്രം. മലയാളത്തിൽ അത് വായിക്കുമ്പോൾ അത്രത്തോളം ഒരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സ്തോത്രം. ഇടമുണ്ടാക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളെ വെല്ലുവിളിച്ചു. ദൈവം എനിക്ക് വേണ്ടിയിട്ട് 2 സെന്റ് സ്ഥലം മേടിച്ചു തന്നു. ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഞാൻ ഇംഗ്ലീഷിലെ ഒരു വേർഡ് വായിക്കാം, നിങ്ങൾക്ക് അത് മനസ്സിലാകും കേട്ടോ. സോ നൗ ദ ലോർഡ് ഹാസ് മെയ്ഡ് റൂം ഫോർ അസ്. റൂം എന്നാ വായിച്ചിരിക്കുന്നത്. കിണർ കുഴിച്ചതിനെ പറ്റിയാണ് ആ പാസേജ്. നിങ്ങൾ ചിന്തിക്കുക, കിണർ കുഴിച്ച ഒരു വിഷയത്തെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കിണർ കുഴിച്ചു. പക്ഷെ ദൈവവചനം വായിക്കുന്ന ഒറിജിനൽ ടെക്സ്റ്റിൽ, ഹീബ്രുവിൽ വരെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയാവോ? ദൈവം എനിക്ക് റൂം ഉണ്ടാക്കി എന്ന് എഴുതിയിരിക്കുന്നു. ഹി മെയ്ഡ് റൂം ഫോർ അസ്. ഹി മെയ്ഡ് റൂം ഫോർ അസ്. ചോദ്യം, കിണർ കുഴിക്കുന്നത് എങ്ങോട്ടാ? താഴോട്ടാ. റൂം പണിയുന്നത് എങ്ങോട്ടാ? റൂം ഉണ്ടാക്കുന്നത് എങ്ങോട്ടാ? മുകളിലോട്ടാ. ഇസഹാക്ക് കുഴിച്ചത് എങ്ങോട്ടാ? താഴോട്ടാ. ദൈവം പണിതത് എങ്ങോട്ടാ? മുകളിലോട്ടാ. ഇത്രയേ ഉള്ളൂ. നീ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ താഴേക്ക് നിങ്ങളെ തന്നെ വലിച്ചെറിയുമ്പോൾ തമ്പുരാൻ നിങ്ങളെ ഒതുക്കുമെന്നല്ല, തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി റൂം പണിതോളാം, ഞാൻ നിനക്ക് വേണ്ടി പണിതോളാം എന്ന്. നീ എന്റെ സന്നിധി അങ്ങ് താഴ്ത്തിയാൽ മതി, നീ എന്റെ സന്നിധി അങ്ങ് കുഴി കുത്തിയാൽ മതി, എന്നോടൊന്ന് മറഞ്ഞാൽ മതി, നീ എന്നിലേക്കൊന്ന് ചേർന്നിരുന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി റൂം ഉണ്ടാക്കി തരാം. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ഹി മെയ്ഡ് റൂം ഫോർ അസ്. ആ വേർഡ് ഭയങ്കര പവർഫുള്ളാ. ഞാൻ കുഴി കുഴിച്ചതേ ഉള്ളൂ, പക്ഷെ ഉണ്ടാക്കിയത് ദൈവമാണ്. ആ വാക്ക് വീണ്ടും പറഞ്ഞു, യഹോവ നമുക്ക് ഇടം ഉണ്ടാക്കി. ആ വാക്ക് പറയാൻ പറ്റുമോ? കുഴിച്ചത് ഞാനാ, ഉപവസിച്ചത് ഞാനാ, ഇരിക്കുന്നത് ഞാനാ, പക്ഷെ ഉണ്ടാക്കുന്നത് ദൈവമാണ്. ദൈവം എനിക്കിടമുണ്ടാക്കും, ദൈവം എനിക്കിടമുണ്ടാക്കും. ആ വാക്ക് കൂടി ഒന്ന് വ്യാഖ്യാനിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആമേൻ. ആ ഭാഗം ഞാൻ വിടാം. ആമേൻ. രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഇടമുണ്ടാക്കി എന്ന, അല്ലെ? ദൈവം ഇടമുണ്ടാക്കി. ദൈവം ഇടമുണ്ടാക്കി എന്നതിനൊരു വാക്കുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഇടം ഉണ്ടാക്കി. ദൈവം ഇടം ഉണ്ടാക്കി. ദൈവം ഇടമുണ്ടാക്കി എന്നതിന് ഹി മെയ്ഡ് റൂം ഫോർ അസ് എന്ന് പറയുന്ന, ഹി മെയ്ഡ്, അവൻ ഉണ്ടാക്കി എന്ന് പറയുന്നതിന് ഒരു ഹീബ്രു വാക്കുണ്ട്.
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രഹബോത്ത് എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം ഇടമുണ്ടാക്കി. ഇടമുണ്ടാക്കി എന്നുള്ള മെയ്ഡ് ഫോർ അസ് എന്നുള്ള അതിന്റെ ഒരു ഹീബ്രു വാക്കുണ്ട്. അതിന്റെ ഹീബ്രു വാക്ക് രഹാബ് എന്നാണ്. രഹാബ് എന്ന് പറയുന്ന ആ ഒരു നെയിം അല്ല, അതേ അർത്ഥം, അതേ സ്പെല്ലിംഗ് ആണ് വരുന്നതെങ്കിൽ വായിക്കുന്ന വ്യത്യാസമുണ്ട്. റഹാബ് എന്ന് വായിക്കും. റഹാബ്. ഈ റഹാബ് എന്നതിനൊരു അർത്ഥമുണ്ട്. അതാണ് ഞാൻ ഇത് ഇടമുണ്ടാക്കി രഹബോത്ത് എന്നതിന്റെ അൾട്ടിമേറ്റ് മീനിങ് കിടക്കുന്നത്. പുറപ്പാട് പുസ്തകം 34 അധ്യായം 24 വാക്യം. പുറപ്പാട് പുസ്തകം 34 അധ്യായം 24 വാക്യം. ദൈവം ഇടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പണിയുമെന്ന് പറഞ്ഞാൽ, അരസെന്റ് സ്ഥലം മേടിച്ചൊരു റൂം വെച്ച് തരുമെന്നുള്ള അർത്ഥമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ അതിനകത്ത് കാണും. 3 കാര്യം. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു രഹബോത്താക്കുമെന്ന് പറഞ്ഞാൽ, നിന്റെ സഭയെ ഒരു രഹബോത്താക്കുമെന്ന് പറഞ്ഞാൽ, നിനക്ക് ദൈവം ചിലത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെയാ? പുറപ്പാട് പുസ്തകം 34 അധ്യായം 24 വാക്യം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു, നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുമ്പോൾ കയറിപ്പോയി ഇരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. എത്രവർക്ക് സന്തോഷമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് വ്യാഖ്യാനിക്കാൻ പോലും വേണ്ട. സ്വന്തം ഈ നമ്മൾ ഇത്രയും നാള് ഈ ക്ഷാമം സഹിച്ച് എന്നിട്ടും വിത്ത് കളയാതെ സൂക്ഷിച്ചു. ഫെലിസ്തീർ വെല്ലുവിളിക്കും തോറും വീണ്ടും കുഴിച്ചു വന്നപ്പോ ദൈവം എന്തായാലും ഒരു റൂം ഉണ്ടാക്കി തന്നു, 2 സെന്റ് സ്ഥലം തന്നു എന്നുള്ള അർത്ഥം അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം. 3 വാക്ക്. എന്താ വായിക്കുന്നത്? 1, ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിച്ചു കളയും. ഏതാ? ഇന്നലെ വരെ നീ കുഴിച്ചപ്പോൾ മൂടിക്കൊണ്ടിരുന്നതുണ്ടല്ലോ, ശത്രുവിനെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. 2, ഞാൻ അതിര് വിശാലമാക്കും. അല്ലാതെ ഒരു കിണറുണ്ടാക്കി തരുമെന്നുള്ള വാക്കല്ല. ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കും. ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിക്കും. ദൈവം എനിക്ക് വഴി തുറക്കും. ദൈവം ഒരു രഹബോത്താകും. ഇടമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഇടമുണ്ടാക്കുന്നതിന് തടസ്സമായി നിന്നതിനെ ഞാൻ മാറ്റും. 2, ഞാൻ നിന്റെ അതിര് വിശാലമാക്കും. 3-മത്തതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്. സംവത്സരത്തിൽ നീ 3 പ്രാവശ്യം ദൈവാലയത്തിൽ പോകുമ്പോൾ ഒരുത്തനും നിന്റെ അതിരി കയറത്തില്ലെന്നല്ല, കിണറ് മൂടത്തില്ലെന്നല്ല, നിന്റെ തേങ്ങ പെറുക്കിക്കൊണ്ട് പോകുമെന്നല്ല, നിന്റെ പറമ്പിൽ കയറത്തില്ലെന്നല്ല, മോഹിക്കയില്ലെന്ന്, നോക്കാൻ പോലും ഞാൻ അനുവദിക്കത്തില്ലെന്ന്. എന്റെ ആഴം മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തീ മതിലായി ഞാൻ നിനക്കിന് വേണ്ടി ഞാൻ ഇറങ്ങും. വിശ്വസിക്കാൻ പറ്റുമോ? അതിന്റെ പേര് രഹബോത്ത്. ദൈവം ഇടമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം ഇടമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിലതിനെ മാറ്റിക്കളഞ്ഞ, ചിലടത്ത് ദൈവം എനിക്ക് വേണ്ടി വിശാലമാക്കി അതിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് ഈ രാത്രി എന്റെ ദൈവം. അവൻ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഇതൊരു രഹബോത്തിന്റെ രാത്രി ായിത്തീരട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ കൊണ്ടുവന്ന സന്ദേശത്തിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കാം. പക്ഷെ ഇത് പ്രാരംഭ സമയം. വല്ലാതെ ദൈവം എന്നെ നിർബന്ധിച്ച് രഹബോത്ത് വേർഡ് കേൾക്കും കണ്ടപ്പോൾ മുതൽ എന്റെ ഉള്ളിലിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി നാളുകളായി ഇവർ കുഴിക്കുന്നുണ്ട്, നാളുകളായി മൂടിക്കൊണ്ടിരിക്കുക. ഈ രാത്രി വിശ്വാസത്തോടെ പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് സമാപ്തി വരുത്താം. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് സമാപ്തി, ചില നാവുകളെ ദൈവം അധികാരപ്പെടുത്തുക. സിനി കുര്യൻ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇതിനകത്തുണ്ട്. പ്രിയദാസനെ, നിന്റെ നാവിനെ ദൈവം അധികാരപ്പെടുത്തുകയാ. നിന്റെ നാവിനെ ദൈവം അധികാരപ്പെടുത്തുകയാ. ചിലതിനെ വിശാലമാക്കുവാൻ, ചിലര് മോഹിക്കാൻ പോലും ഇടയാകാത്ത വിധത്തിൽ ദൈവം ഒരു തീമതിലായി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുമെന്ന് ദൈവാത്മാവ് ദൂത് പറയാം. നാവിനെ ഒരു തീക്കനൽ കൊണ്ട് തൊടുന്നത് പോലെ ദാസനെ നിന്റെ നാവിനെ ദൈവം തൊട്ട. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. സന്ദേശം നിർത്തുകയല്ല നമ്മൾ. ദൈവം എനിക്ക് തന്ന, ഞാൻ നിങ്ങളോട് പറയാൻ കൊണ്ടുവന്ന സന്ദേശത്തിലേക്ക് ഞാൻ കയറുന്നതേ ഉള്ളൂ. പക്ഷെ ഈ പ്രാരംഭം സമയം ദൈവം വല്ലാതെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഈ ദൂത് പറഞ്ഞതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ചിലരുടെ മേൽ അസാധാരണ ദൈവിക വിടുതലുകൾ ദൈവം വെളിപ്പെടുത്തും. സെലിൻ കോശി എന്നൊരു ഡിവൈസ് ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഭവനത്തിന്റെ അകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. യായിറോസ് തന്റെ വിഷയം വീട്ടിനകത്ത് വെച്ചിരിക്കുമ്പോൾ യേശു അവനോടൊപ്പം വീട്ടിൽ കടന്നു ചെന്നു. ഒരപ്പൻ തന്റെ മകന്റെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നടത്തും. ഉടമനഘടകസി ഒരു പേപ്പർ കീറിക്കളയുന്നത് പോലെ കീറിക്കളയാൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില രേഖകളെ ഞാൻ പൊളിച്ചു കളയുമെന്നും
പരിശുദ്ധാത്മാവ് ഉറപ്പ് പറയുകയാണ്. യേശുവിൻ നാമത്തിൽ കർത്താവ് ഈ ജനത്തെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങൾ ഒരുമിച്ചേൽപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങളോട് ഈ മീറ്റിങ്ങിന് ക്ഷണിച്ചപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ തന്നൊരു സന്ദേശമുണ്ട്. അതിലേക്ക് ഞാൻ വേഗത്തിൽ കടക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് മുഴുവൻ ദൈവനൊക്കെ വല്ലാതെ നിർബന്ധിച്ചത് കൊണ്ടുള്ള ഒരു പ്രവചന ശബ്ദമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവം ഒരു രഹബോത്തായി നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് മുറുകെ പിടിക്കുക. ദൈവം ചില ഇടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ദൈവ ശബ്ദമായിട്ട് തന്നെ നിങ്ങൾ കേൾക്കുക. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 9-ാമത് വാക്യമാണ്. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. ആമേൻ. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. എനിക്ക് എന്ന സ്ഥാനത്ത് നിങ്ങളുടെ പേര് ചേർത്തൊന്ന് വായിക്കാമോ? എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എനിക്കെന്നുള്ള സ്ഥാനത്ത് ജോയിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ പേര് ചേർത്ത് വായിച്ചാൽ അത് നിങ്ങളോടുള്ള ദൂതായി. ആമേൻ. ഇനി ഒരു വ്യാഖ്യാനവും വേണ്ടാത്ത വിധത്തിലുള്ള ഒരു ദൂതായി അത് മാറി. ദൈവത്തിന്റെ വാതിൽ എന്നുള്ളതാണ് ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കാണ് എനിക്ക്. നിങ്ങൾക്കെന്നുള്ള വേർഡല്ല കേട്ടോ, പേഴ്സണലായിട്ട് കാണുന്ന ഒരു വേർഡാണ്. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് വാതിൽ തുറന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? വലിയവനായ ദൈവം, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വലിയവനായ ദൈവം, നിത്യനായ ദൈവം, നിത്യതയിൽ നിങ്ങൾ മനുഷ്യരായ നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കുക. മനുഷ്യരായ നമുക്ക് വലിയവനായ ദൈവം തുറന്ന വഴിയെ എങ്ങനെ അറിയാൻ പറ്റും? ദൈവം നിങ്ങൾക്ക് വഴി തുറന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ വാക്യത്തിലുണ്ട്. ഹല്ലേലൂയ. വാക്യം ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. ദൈവം വാതിൽ തുറന്നെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എതിരാളികൾ ഉള്ളപ്പോൾ ഓർത്തോണം, വാതിലും തുറന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ആമൻ ഒരു വശത്ത് വഴി തുറന്നെങ്കിൽ ഓർത്തോണം, മറുവശത്ത് എതിരാളികൾ ഉണ്ട്. ദൈവ പൈതലിന് ദൈവം വഴി തുറന്നു എന്നതിന്റെ തെളിവാണ് അവന്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്ന എതിരാളികൾ, പ്രതിസന്ധികൾ, സ്ട്രഗിളുകൾ. നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിളുകൾ ഉണ്ടെങ്കിൽ ഓർത്തോണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിശ്ചയമാണ്. അവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ സ്ട്രഗിളുകളും എതിരാളികളും ഉള്ളവർക്ക് മാത്രമേ ദൈവം തന്റെ വഴികൾ തുറന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ചിലര് പറയും, എന്റെ പൊന്നു പാസ്റ്റർ പറയുന്ന പോലെയല്ല, ഞങ്ങൾക്ക് വഴി മാത്രമേ ഉള്ളൂ, ഒരു എതിർപ്പും ഇല്ല, ഒരു വിഷയവും ഇല്ല, ഞങ്ങൾക്ക് ഒരു തിരമാലയില്ല, ഒരു വിഷയമില്ല, 6 വരി പാതയിലാണ് ഞാനിപ്പോ നടക്കുന്നത് എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ദൈവം തുറന്നതല്ല, നിശ്ചയം. ഞാൻ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, ഒന്നുകിൽ അത് ദൈവം തുറന്നതല്ല, 2 അല്ലെങ്കിൽ ദൈവം തുറന്നതാണെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഇച്ചിരി വീക്ക് ആയതുകൊണ്ട് ആദ്യം ദൈവം വഴി കാണിച്ചെന്നേ ഉള്ളൂ. ആ വഴിയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സകല എതിരാളികളും താമസം വിന നിങ്ങളുടെ മുമ്പിൽ വന്നോളൂ. ദൈവമാ തുറന്നതെങ്കിൽ എതിരാളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പോൾ മറുവശം, ഞാനിത് 2 വശമായി കാണുക. വഴിയുണ്ട്, എതിരാളിയുണ്ട്. നമ്മൾ പല പെന്തിക്കോസുകാരുടെ കുഴപ്പം അറിയാം, 2 എക്സ്ട്രീമാണ്. ചില എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ വന്ന് കണ്ണടയ്ക്കുമ്പോഴേ അങ്ങ് വഴി മാത്രമാണ് കാണുന്നത്. കണ്ണടയ്ക്കുമ്പോഴേ ഗ്ലോറി വിക്ടറി പറയുമ്പോഴേ അങ്ങ് വഴിയാ, മുഴുവൻ വിടുതലും വഴികൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതൊരു എക്സ്ട്രീമാണ്. പിന്നെ മറ്റൊരു എക്സ്ട്രീം എന്നാന്നറിയാവോ? കണ്ണടയ്ക്കുമ്പോഴേ പോരാട്ടം മാത്രമേ ഉള്ളൂ, എതിരാളികൾ മാത്രമേ ഉള്ളൂ. ആ പോരാട്ടം, ഈ പോരാട്ടം നമ്മളങ്ങ് ശാസിച്ച് തുപ്പി അങ്ങ് വല്ലാണ്ടാക്കി കളയും, ഫലസിച്ച് വല്ലാണ്ടാക്കി കളയും. അപ്പൊ അത് മറ്റൊരു എക്സ്ട്രീമാണ്. കണ്ടോ, ചിലര് കണ്ണടയ്ക്കുമ്പോൾ വഴി മാത്രം കാണും, ചിലര് കണ്ണടയ്ക്കുമ്പോൾ എതിരാളി മാത്രം കാണും. ഇത് രണ്ടും തെറ്റാ. പൗലോസിന്റെ ബാലൻസ് കണ്ടോ?
പൗലോസിന്റെ തിയോളജിയുടെ ബാലൻസ് കണ്ടോ? വഴിയുണ്ട്, എതിരാളിയുണ്ട്. പുള്ളി ഇത് രണ്ടും ബാലൻസ്. ദൈവം എനിക്കൊരു വഴി തുറക്കുന്നെങ്കിൽ അവിടെ എല്ലാം പ്രതിസന്ധി ഉണ്ട്. പക്ഷെ പൗലോസിന്റെ ഉറപ്പ് എന്നാന്നറിയാമോ? എന്റെ ദൈവം തുറക്കുന്നത് സഫലമാകുന്ന വാതിലായിരിക്കും. ആ വാക്കിന്റെ പ്രത്യേകത കണ്ടോ? എതിരാളിയൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ ദൈവം എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും? എതിരാളികളുടെ പ്രതിസന്ധികളുടെ നടുവിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടുണ്ട്. ദൈവം എനിക്ക് വേണ്ടി തുറന്നതിനെ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം തുറന്നതിനെ അടയ്ക്കാൻ, ദൈവം തുറന്നതിനെ അടയ്ക്കാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. ഒന്നുകൂടി പറയാം, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, സ്തോത്ര KC ജോണിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാണ്ടിലോറി തവളയുടെ മുകളിൽ കയറി ഇറങ്ങുന്നത് പോലെ നിങ്ങളുടെ ദേഹത്തുകൂടെ കയറി ഇറങ്ങിയാലും അവിടെ പോലും ഒന്നും സംഭവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിന്നെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തം ഉണ്ട്, നിങ്ങളെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ അവസാനത്തെ പേജിലെ അവസാനത്തെ ലൈനിന്റെ അവസാനത്തെ വാക്കും നിന്റെ ജീവിതത്തിൽ പൂർത്തിയാകാതെ നിന്റെ ലൈഫിൽ ഒന്നും സംഭവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഒറ്റ വേർഡിൽ ആ സാക്ഷ്യത്തിന് ഒരു വാക്ക് മാത്രം ഞാൻ പറയട്ടെ. സ്തോത്രം. 2017 ഡിസംബർ മാസം 26 ജയിലുകളിൽ ഞങ്ങൾ സന്ദർശനം കഴിഞ്ഞ്, ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നതല്ല, പക്ഷെ പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് അത് വന്നതുകൊണ്ട് സ്തോത്രം. 27 ജയിലുകളുണ്ട്, 25 ജയിലുകളിലും സന്ദർശനം കഴിഞ്ഞ 2018 ജനുവരി മാസം 1-ാം തീയതി ഞങ്ങൾ താമസിക്കുന്ന ബറോഡയിലേക്ക് അഹമ്മദാബാദിൽ നിന്ന് ഡ്രൈവ് ചെയ്തു വരുമ്പോൾ ഞങ്ങൾ ബറോഡയിൽ നിന്നും 40 കിലോമീറ്റർ പുറകിൽ വെച്ചാൽ എക്സ്പ്രസ് ഹൈയിൽ വെച്ച് എന്റെ വാഹനത്തിന്റെ ടയർ ബ്ലാസ്റ്റ് ആകുകയും വണ്ടി മറിയുകയും ചെയ്തു. അവിടെ മുതൽ ദൈവത്തിന്റെ കരുതലുകളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിശദീകരിക്കുന്നില്ല. ഒരു എക്സിറ്റിന് ജസ്റ്റ് 100 മീറ്റർ പുറകിൽ വെച്ചിട്ടാണ് ഈ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ ആംബുലൻസിൽ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. ഈ അപകടം സംഭവിക്കുന്നിടത്ത് നിന്നും 9 കിലോമീറ്റർ അപ്പുറത്താണ് സൈഡസ് എന്ന് പറയുന്ന ഫേമസ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. ആ ഹോസ്പിറ്റലിനും 2 കിലോമീറ്റർ അപ്പുറത്താണ് IPCയുടെ ഹെഡ് ചർച്ച് ഉള്ളത്. ആ ചർച്ചിലുള്ള 10-12 നേഴ്സന്മാർ ഈ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് മനസ്സിലായി? എന്നാ പിന്നെ ഇതെല്ലാം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചോണ്ട് അങ്ങ് ഇടിച്ചതല്ല. ഇടിക്കുന്നതിന് മുന്നമേ തമ്പുരാൻ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, ഞങ്ങളെ കൊണ്ടു ചെല്ലുമ്പോൾ ജനുവരി 1-ാം തീയതി സാധാരണ ഹോസ്പിറ്റലുകളെല്ലാം ഡോക്ടേഴ്സ് അവധിയായിരിക്കും. 3 ഡോക്ടേഴ്സ് വാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ആംബുലൻസ് കൊണ്ടു ചെല്ലുന്നത്. ന്യൂറോ സർജൻ, ജനറൽ സർജൻ, ഓർത്തോ, 3 പേരും വാതിൽക്കൽ നിൽക്കുക. അവര് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പേഷ്യന്റിനെ ഞങ്ങൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒന്നുകിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ ഒരാൾ OPD-യിലായിരിക്കും, അല്ലെങ്കിൽ റൗണ്ടിലായിരിക്കും. ഒരു അരമണിക്കൂറെങ്കിലും കഴിയണം എല്ലാവരും ഒരുമിച്ച് വരാൻ. ഞങ്ങൾ അവര് 3 പേരും നിൽക്കും. എനിക്ക് കഴുത്തിനും കാലിനും അല്പമായ പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവൾ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടു. ബ്രെയിനിൽ 5 പൊട്ടലുകൾ സംഭവിച്ച, 14 വാരിയല്ലുകൾ ഒടിഞ്ഞ്, സ്പൈനൽ കോഡിന് 8 ക്രാക്കുകൾ വീണ്, ഒടിഞ്ഞതായ വാരിയല്ലുകൾ ലങ്സിനകത്ത് ഇടിച്ചു കയറി 3.5 ലിറ്റർ ബ്ലഡ് ലങ്സിൽ നിന്ന് വലിച്ചെടുക്കേണ്ടി വരുന്നത് പോലെ ലങ്സ് മുഴുവൻ കലങ്ങി, ഇൻഡസ്ട്രി മുഴുവൻ ഡാമേജ് ആയി വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു. മരിച്ചു എന്ന് ഡോക്ടേഴ്സ് വിധിയെടുത്ത് നടത്തി. സാധ്യതകൾ അസ്തമിച്ചപ്പോൾ ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെയും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ വന്ന് കാണും. നോർത്ത് ഇന്ത്യയിൽ ഒരു ദൈവദാസൻ കുടുംബം അപകടത്തിൽപ്പെട്ടു എന്ന് ഓരോ ദിവസവും അപ്ഡേഷൻ വന്നുകൊണ്ടേയിരുന്നു. മരിച്ചു എന്ന് മാറ്റിയിട്ട് ഇരുന്ന ഇടത്ത് നിന്ന് തമ്പുരാൻ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ജനുവരി മാസം 5-ാം തീയതി എന്റെ അരികിൽ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. എന്റെ അരികിൽ ഇറങ്ങി വന്ന എന്നെ ബലപ്പെടുത്തിയൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെയോ എന്തുകൊണ്ട് ഇത് പറയാൻ പ്രേരിപ്പിച്ചു എന്ന് എനിക്കറിയത്തില്ല. വേദനയുടെ താഴ്വരയിൽ നീ കിടക്കുന്ന മുറിക്കകത്ത് ഇറങ്ങി വന്ന് നിന്നോട് ഇടപെടാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വല്ലാതെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിലെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ വാക്യം ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ വായിക്കും. ദാവീദിന്റെ പട്ടണത്തിൽ സ്തോത്രം, മറിയ എന്ന് വിവാഹ നിശ്ചയം ചെയ്ത മറിയ എന്ന് പേരുള്ള ഒരു സ്ത്രീയെ കുറിച്ച്, സഹോദരിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അകത്ത് ചെന്ന് എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 27-ാമത്തെ വാക്യത്തിലാണ്: യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ച കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ 28-ാമത്തെ വാക്യം, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നെന്ന് വായിക്കുന്നുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ
അവൾ എവിടെ നിൽക്കുക? അകത്ത് നിൽക്കുക. വിവാഹം നിശ്ചയം ചെയ്ത യഹൂദ സ്ത്രീക്ക് പുറത്തിറങ്ങുക എന്നുള്ളതല്ല, വസ്ത്രം ധരിച്ച് ഡ്രസ് ഇട്ട് വിവാഹ നിശ്ചയത്തിന്റെ അന്ന് ഹസ്ബൻഡ് എണ്ണിക്കൊടുത്തതായ കോയിനുകളെല്ലാം തലയ്ക്ക് ചുറ്റും എണ്ണിയിട്ട് ഏത് സമയത്ത് അവൻ വന്ന് വിളിച്ചാലും പോകാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടി മുറിക്കകത്ത തോഴിമാരോടൊപ്പം അകത്തളങ്ങളിൽ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് പ്രമാണം. അപ്പോൾ അകത്തിരിക്കുമ്പോൾ അന്യ പുരുഷൻ അകത്ത് കയറാൻ വ്യവസ്ഥയില്ലാതെ തന്നെ തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ത്രീയോട് ഇടപെടണമെന്ന് സ്വർഗം നിശ്ചയിച്ചിരിക്കുമ്പോ കണ്ടോ, അവളോട് ദൂത് പറയണമെന്ന്, അവളോട് ഇടപെടാൻ ദൈവത്തിന്റെ കൃപ അവളുടെ മേൽ പകർന്നപ്പോൾ ലോകത്തിന്റെ നിയമം അവളെ മുറിക്കകത്ത് ഒതുക്കിയാൽ ദൈവത്തിന് ആ മുറിക്കകത്ത് അയക്കാൻ ഒരു ദൂതനുണ്ട്, മറക്കരുത്. ഇന്ന് രാത്രി നിന്നോട് ഇടപെടണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നീ ഇരിക്കുന്ന ഏത് മുറിക്കകത്താണെങ്കിലും, ഏത് ബെഡിലാണെങ്കിലും, ഏത് സ്തോത്ര സാഹചര്യങ്ങൾക്കകത്താണെങ്കിലും നിന്റെ അരികിൽ ഇറങ്ങി വന്ന് വിടിവിപ്പാൻ ഇന്ന് രാത്രി വിശ്വസ്തനായ ഒരു ദൈവമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പത്രോസ്, നീ കാരാഗ്രഹത്തിൽ കടന്നാൽ 4-ാം കാവലിനകത്തു വന്ന് നിന്നെ തൊടാൻ ഒരു ദൂതനുണ്ട്. വിഷയം ഇരിക്കുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇന്ന് രാത്രി നിന്റെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞുറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 1, 2, 3, 4 ദിവസങ്ങൾ അവൻ എന്നെ കാണിക്കുന്നില്ല. ഡോക്ടറിന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, വാട്ട് അബൌട്ട് മൈ വൈഫ്? എന്റെ വൈഫിന് എങ്ങനെയുണ്ടാ? അദ്ദേഹം എന്റെ തോളെ തട്ടിയിട്ട് പറയും, ആ ചിന്താമത്തരോ, നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് പറയും. ഞാൻ ജനുവരി മാസം 5-ാം തീയതി എന്റെ അടുക്കൽ എല്ലാ ദിവസത്തെ പോലെ ഡോക്ടർ വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസത്തെ പോലെ ചോദിച്ചു, വൈഫിന് എങ്ങനെയുണ്ടാ? അദ്ദേഹം പറഞ്ഞു, നീ ചിന്തിക്കണ്ട, റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, പ്ലീസ് ടെൽ മീ, എന്നോട് പറയാൻ പറഞ്ഞു. അദ്ദേഹം പതുക്കെ നടന്നു വന്ന് എന്റെ ബെഡിലിരുന്നു. എന്നിട്ട് എന്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, ജസ്റ്റ് ഇഗ്നോർ ഹർ എന്ന് പറഞ്ഞു, അവളെ നീ വിട്ടേക്കുക. സ്തോത്രം, അവളെ വിട്ടേക്കുക എന്നൊരു വേർഡ് പറഞ്ഞു. അടുത്ത് പറഞ്ഞു, സ്തോത്ര ഹല്ലേലൂയ, നിനക്കൊരു കുഞ്ഞിനെ ദൈവം തന്നിട്ടില്ലേ, ആ കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ആ കുഞ്ഞിനെ കുറിച്ച് മാത്രം നീ ഓർക്കുക. സ്തോത്രം, ബാക്കിയൊന്നും നീ ചിന്തിക്കണ്ട. അദ്ദേഹം അങ്ങ് പോയി. ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇടയിലുള്ള ഒരു വേർഡും പറയുന്നില്ല. പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നു. വൈഫ്, പുള്ളിക്കാരിയുടെ പേര് ബ്ലസ്സി എന്നാണ്. ബ്ലസ്സി മരിക്കും. ഈ ഒരു തോട്ട് മാത്രം എന്റെ ഉള്ളിലേക്ക് വന്നു, എന്റെ വൈഫ് മരിക്കും. സ്തോത്ര ഹല്ലേലൂയ. എന്റെ ഫിംഗർ ടിപ്പ് വരെ ആ തോട്ട് വ്യാപരിക്കാൻ തുടങ്ങി. എന്റെ പപ്പ ഇന്നും വിശ്വാസത്തിലല്ല, ഞാൻ ഗുജറാത്തിലാണ്. അതുകൊണ്ട് തന്നെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ബറോഡയിൽ വെച്ച് ശവടക്ക് നടത്തണം. ഏതൊക്കെ ദൈവദാസന്മാരെ വിളിക്കണം, അതെങ്ങനെയൊക്കെ ആയിരിക്കണം. 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ ഫ്യൂണറൽ സർവീസ് മുഴുവൻ പ്ലാൻ ചെയ്തു, എല്ലാം പാക്ക് ചെയ്തു, ഞാൻ മനസ്സുകൊണ്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കർത്താവിന്റെ കരങ്ങളിൽ തന്ന ശുശ്രൂഷയ്ക്കെല്ലാം നന്ദി പറഞ്ഞ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു വെളിപ്പാട് കാണാൻ തുടങ്ങി. ഞാൻ ഒരു വെളിപ്പാട് കണ്ടു. സ്തോത്രം. വെളിപ്പാടുന്നതിനപ്പുറത്ത് 3D ഒക്കെ കാണുന്നത് പോലെ ഞാനൊരു വണ്ടിയിലിരിക്കുന്നു. ആരോടിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. മുകളില്ലാത്തൊരു വണ്ടിയാണ്. വണ്ടി പോകുന്നത് മഞ്ഞിനകത്തു കൂടിയാണ്. മഞ്ഞിനകത്തുകൂടി വണ്ടി സ്പീഡിൽ പോകുന്നു. മഞ്ഞ് തെറിച്ച് എന്റെ ബെഡിൽ, എന്റെ ദേഹത്ത് വീഴുന്നത് ബെഡിൽ കിടന്ന് ഞാൻ ഫീൽ ചെയ്യുന്നു. പോകുന്ന പോക്കിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. യെശയ്യ 11:15, ഐശയ്യ 11:15, ഐശയ്യ 11:15 എന്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. 91-ന്റെ 1 ഓർമ്മയിലെന്ന് പറയാറ്. ഏതാ സങ്കീർത്തനം? 23-4 ഓർമ്മയിലെന്ന് പറയാം. നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും ചാകാൻ കിടക്കുമ്പോ ഈ യെശയ്യ 11:15 ഓർമ്മയിൽ വരത്തില്ലല്ലോ. പക്ഷെ ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ എന്റെ ചെവിയിൽ ആ വാക്യം ഇങ്ങനെ മുഴങ്ങി. അതെന്താണെന്നറിയാവോ? ഞാൻ മിസ്രയും കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. ഞാൻ ഉഷ്ണക്കാറ്റോടെ നദിയുടെ മീതെ കയ്യൂങ്ങിയതിനെ അടിച്ച 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. ഹല്ലേലൂയ. എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്നൊരു ദൂതുള്ളത് കൊണ്ട് ഇത് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറയട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയാമോ? ചെരുപ്പ് നനയാതെ ദൈവം പുറത്തു കൊണ്ടുവരും. ചെരുപ്പ് നനയാതെ ദൈവം പുറത്തു കൊണ്ടുവരും. എന്നോട് എന്റെ അരികിൽ ഇറങ്ങി വന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു ദൂതാണ്, ചെരുപ്പ് നനയാതെ പുറത്തു വരും. ഈ ദൂത് പറയുന്നത് കൊണ്ട്, വല്ലാതെ നിർബന്ധിക്കുന്നത് കൊണ്ട് പറയാം, ദൈവാത്മാവിൽ എത്ര അവർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ അടിയിൽ വെള്ളത്തിന്റെ ഒരു പാട് പോലും ഇല്ലാതെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ എന്നുള്ള വാക്കല്ല നീ പറയേണ്ട. ചെരുപ്പ് നനയാതെ ഞാൻ പുറത്തു വരും. ചെരുപ്പ് നനയാതെ ഞാൻ പുറത്തു വരും. പറയാൻ പറ്റുമോ? എന്റെ തലമുറ ചെരുപ്പ് നനയാതെ പുറത്തു വരും യേശുവിൻ നാമത്തിൽ. ആ വാക്ക് റിപ്പീറ്റ് ചെയ്ത് ആത്മാവിൽ പറയുന്നു. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഒരു വിടുതൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് കൂടി പറയട്ടെ. ഹല്ലേലൂയ. ഈ പെന്തിക്കോസുകാരായ നമ്മളെ
അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ അനുഗ്രഹം എത്രയാ വരുന്നേ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നെ അനുഗ്രഹിക്കണേ എന്ന്? ആരെങ്കിലും പ്രാർത്ഥിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നെ അനുഗ്രഹിക്കണേ, ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്നെ അനുഗ്രഹിക്കണേ അംബാനിയെ പോലെ, അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരുമില്ല. അപ്പൊ പെന്തിക്കോസുകാരുടെ അനുഗ്രഹം എന്നാ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പലരും കുറ്റം പറയും അനുഗ്രഹമൊക്കെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെയൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ തലമുറയെ അനുഗ്രഹിക്കണേ. എന്താ നിങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ലെവൽ എത്രയാ? ഞാൻ പറയട്ടെ, അയൽവക്കക്കാരനെന്ന് കടം മേടിക്കാതെ ഞങ്ങൾക്ക് മാന്യമായിട്ട് സമൂഹത്തിൽ ഒന്ന് ജീവിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ പെന്തിക്കോസുകാരുടെ അനുഗ്രഹം. അല്ലാതെ അംബാനി ആകണമെന്നൊന്നും അല്ല നമ്മുടെ ആഗ്രഹം. സത്യമല്ലേ? എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ച നിലവാരത്തിൽ ഒരു ജോലി കിട്ടി കുടുംബമായി മാന്യമായി ഒന്ന് ജീവിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അനുഗ്രഹം. അല്ലാതെ ഭയങ്കര ഒന്നും അല്ല. വഴി തുറക്കണേ വഴി തുറക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെച്ചാണോ നമ്മുടെ മനസ്സിൽ വരുന്നത്? ഒന്നുമല്ല. നമ്മുടെ കാറ് കയറി പോകുമ്പോ അടുത്തവന്റെ പറമ്പിൽ ഇടിക്കാതെ കയറി പോകുന്ന ഒരു വഴി. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വഴി. ഞാൻ പറയും, നിഷ്കളങ്കതയോടെ ബന്ധുക്കോസുകാർ വഴി തുറക്കണേ വിടിവിക്കണേ അത്ഭുതം എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോ വലിയ സംഭവങ്ങളൊന്നും അല്ല നമ്മുടെ മനസ്സിൽ വരുന്നേ. നിഷ്കളങ്കമായ കാര്യമാ. അങ്ങനെയെങ്കിൽ മോശയോട് ചോദിച്ചേ, ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുക, മോശെ എത്രത്തോളം വെള്ളം പറ്റണം? പോട്ടെ, നിങ്ങൾ ആ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ എത്രത്തോളം വെള്ളം പറ്റണം നിങ്ങൾക്ക്? ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലുള്ള ഉത്തരവ് ഞാൻ പറയാം. നിങ്ങൾ പറയും, പൊന്നു പാസ്റ്റേ അരവര പറ്റിയാൽ ഞങ്ങൾ ഹാപ്പിയാ. അരവര പറ്റിയാൽ ഞങ്ങൾ ഹാപ്പിയാ. കാരണം ഒരുത്തൻ വാളുമായിട്ട് പുറകെ വരുന്നുണ്ട്. ആരെ? ഫറവോൻ. അവൻ വാളുമായിട്ട് വരിക. അവന്റെ വാൾ എന്റെ പെടലിക്ക് വീഴുന്നതിന് മുമ്പ് അക്കരെ കയറണം. അതുകൊണ്ട് കാലിന്റെ താഴെ വരെ വറ്റിക്കിട്ടാനുള്ള സമയമൊന്നുമില്ല. അരവര പറ്റിയാൽ മതി. കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ എടുത്തോളാം, സാധനമൊക്കെ ചുമ്മിക്കോളാം, എങ്ങനെയെങ്കിലും അക്കരെ കയറണം. അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ അത്രയല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒരു വിടുതൽ കിട്ടണം. അല്ലാതെ അവൻ മുട്ടിന്റെ താഴെ ഒന്നും വേണ്ട. അത് തന്നെ മിറക്കിളാ. തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വെള്ളം അരവര പറ്റിയാൽ തന്നെ മിറക്കിളാ. അപ്പൊ മോശയും അത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ, കർത്താവേ ഫറവോൻ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു വിടുതൽ വേണം. എന്നാൽ ദൈവം പറയുന്നതേ, മുട്ടുവര പറ്റിക്കുമെന്നല്ല, അരവര എന്നല്ല, നരിയാണി എന്നല്ല, നീ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ അടിയിൽ. ഇത് ചില തലമുറകളെ നോക്കി വ്യക്തമായ ദൈവിക ഇടപെടലാണ് പരിശുദ്ധാത്മയോട് പറയുന്നത്. നീ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ അടിയിൽ വെള്ളത്തിന്റെ ഒരു പാടുപോലുമില്ലാതെ പുറത്തു കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന എത്ര പേരോട്? ഉഷ എന്നൊരു ഡിവൈസ് ഇതിനകത്ത് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ കുടുംബത്തെ തൊട്ട് പറയുക, ചെരുപ്പ് നനയാതെ പുറത്തു വരും. ആ വാക്ക് അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ചെരുപ്പ് നനയാതെ അവർ പുറത്തു വരും. ചെരുപ്പ് നനയാതെ അവർ പുറത്തു വരും. യേശുവിൻ നാമത്തിൽ. അഠാരവർദ്ധേരികൾ ഗരഗടകസി. ഒന്നുകൂടി ദൈവാത്മ വ്യാഖ്യാനിക്കാൻ പറയുന്നു. ഒന്നുകൂടി. നിങ്ങളിപ്പോ കടലില്, കേരളത്തിലെ കടലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കടല് പറ്റിയാൽ എന്തായിരിക്കും നമ്മൾ കാണുന്നത്? കടലിലെ വെള്ളം പറ്റിയാൽ എന്തായിരിക്കും കാണുന്നത്? കുറെ ചെളി കാണും, കുറെ ചെളിയും മണലും കാണും. കേരളത്തിലാണെങ്കിൽ കുറെ കുപ്പിയും അഴുക്കും പല ബോട്ടിലും ഒക്കെ കാണും. സയൻസ് പറയുന്നു കടലിനടിയിൽ എവറസ്റ്റിനേക്കാളും വലിയ മലകളുണ്ടെന്ന് പറയും. സയൻസ് പറയുന്നു കൗണ്ട് ചെയ്യാൻ കഴിയാത്ത ഗർത്തങ്ങൾ, കുഴികൾ കടലിനടിയിലുണ്ടെന്ന് പറയും. അങ്ങനെയെങ്കിൽ ചോദ്യം, ചെങ്കടലിലെ വെള്ളം വറ്റുമ്പോളെ കാറ്റടിച്ച് വെള്ളം മാറ്റിയെന്ന് എഴുതിയിട്ടില്ലേ? വെള്ളം മാറുമ്പോൾ എന്താ കാണുന്നേ? കുറെ ചെളി, കുറെ പാറ, കുറെ കുഴി. ഇതല്ലേ ഇപ്പൊ വെള്ളം മാറ്റി വഴി തൊണ്ടു എന്ന് പറയുന്നതിനെക്കാളുവേ ഒന്നുകൂടി ഞാൻ കടത്തി പറയാൻ ആഗ്രഹിക്കുക. ദൈവം ഒരു കാറ്റടിപ്പിച്ചപ്പോളെ വെള്ളം ഇങ്ങനെ ചിറ പോലെ നിന്നത് തന്നെ മിറക്കിളാ. അത് മാത്രമല്ല എൻ്റെ അപ്പച്ചൻ അവർക്ക് വേണ്ടി ചെയ്തത്. ഉയർന്നു നിന്ന മലകൾ താണു കിടന്ന കുഴികൾ പൊങ്ങി, കുഴഞ്ഞു കിടന്ന ചെളികൾ ഉണങ്ങി, നടന്നു പോകാൻ പാകത്തിന്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞത്, അവൻ മരുഭൂമിയിൽ വഴി ഒരുക്കിയവൻ, വഴി തുറന്നവനെന്നല്ല, ഒരുക്കി. പ്രിപ്പയർ എ വേ ഫോർ ഹിം. അവൻ ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കി തരും, പ്രിപ്പയർ ചെയ്യും. ചില കുടുംബങ്ങളെ അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങളുടെ പേപ്പറുകളെ അവൻ പ്രിപ്പയർ ചെയ്യും. നിനക്ക് വേണ്ടുന്നത് അവൻ പ്രിപ്പയർ ചെയ്തു തരും. വിശ്വസിക്കുക. ചെരുപ്പ് നനയാതെ
ചെരുപ്പ് നനയാതെ ഞങ്ങൾ പുറത്തു വരും. എന്റെ അനുഭവമാണ്, ഇന്നത്തെ അനുഭവം മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പ്രിയപ്പെട്ടവൾ, അവൻ 14 വാരികളിലൊടിഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞിടത്ത് ഞാൻ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നനഞ്ഞാലും കുഴപ്പമില്ല, ഒന്ന് വീൽ ചെയറിൽ ഇരുന്ന് കിട്ടിയാൽ മതി. നീണ്ട 6 മാസം ഞാൻ ഭർത്താവാണെന്ന് പോലും അറിയാത്തൊരു ട്രോമ സ്റ്റേജിലൂടെ കടന്നുപോയി. 2023 വരെ ഹോസ്പിറ്റൽ ബെഡായിരുന്നു വീട്ടിനകത്ത്. പക്ഷെ ഇന്ന് 2 വീലർ ഓടിക്കുന്നത് പോലെ ദൈവം അവളെ ബലപ്പെടുത്തി. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. അവൻ ഇന്നും ക്രാക്കൊക്കെ ഉണ്ട് നടുവിന്. ആമൻ സ്തോത്രം. ഫുൾ കംപ്ലീറ്റ് ഹീലായോ എന്ന് ചോദിച്ചാലൊന്നും അറിയത്തില്ല. പക്ഷെ 2 വീലർ ഓടിക്കുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ടുവിടുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, വേദനയൊക്കെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ചെരുപ്പ് നനയാതെ പുറത്തെടുക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. പറഞ്ഞത് ദൈവമെങ്കിൽ വഴി തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. പ്രതിസന്ധികൾ എത്രയുണ്ടെങ്കിലും അവൻ പ്രതിസന്ധികൾ കാണുമ്പോൾ ഓർക്കുക, ഇതിനകത്ത് ദൈവം ഒരു വഴി മറച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു വഴി ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ദൈവം ഒരു വഴി മറച്ചു വെച്ചിട്ടുണ്ട്. ചില കുടുംബങ്ങളെ വിവേചിച്ചിട്ട് ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് പറയുകയാണ്. അതിനകത്തൊരു വഴി, അതിനകത്തൊരു വഴി, അതിനകത്തൊരു വഴി. നീ കാണുന്ന പ്രതിസന്ധികൾക്കകത്തൊരു വഴി ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി ഒരു വാക്കുകൂടി പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൊരിന്ത്യ ലേഖനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കൊരിന്ത്യ ലേഖനം, 1 കൊരിന്ത്യ ലേഖനം എഴുതാൻ ഒരു കാരണമുണ്ട്. അത് 1-ാം അധ്യായം 12-ാമത് വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതാനുള്ള കാരണം 1 കൊരിന്ത്യ ലേഖനം 1:12 ആമൻ കൊരിന്ത്യ ലേഖനം എഴുതാൻ ഒരു കാരണം. അവിടെ 4 ഗ്രൂപ്പുകാരെ കാണുന്നുണ്ട്. സ്വന്തം ദൈവമക്കളായ ദൈവജനം അവൻ പല സഭകളിൽ, പല ഇടങ്ങളിൽ, പല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഈ സന്ദേശം പറയുന്നത്. സ്വന്തം പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷം. പൗലോസ് ലേഖനം എഴുതാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 4 ഗ്രൂപ്പുകാര് അവിടെ ഉണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പം ഈ ഗ്രൂപ്പ് അപ്പം ദൈവത്തിന് ഇഷ്ടമല്ല. ഈ പൗലോസ് എന്ന് പറഞ്ഞാൽ അവരുടെ സഭ സ്ഥാപിച്ച മനുഷ്യനാണ്. ആരെ? കൊരിന്ത്യ സഭ സ്ഥാപിച്ച മനുഷ്യനാണ് പൗലോസ്. അപ്പോ ആ പൗലോസിന്റെ ഒക്കെ മനസ്സുകൊണ്ട് ഒരു അടുപ്പം ഉണ്ടാകുന്ന തെറ്റാണോ? അത് സ്വാഭാവികമല്ലേ. 2 അപ്പല്ലോസ് ആരാ? അപ്പല്ലോസ് അടുക്കും ചിട്ടയോടും കൂടി പൗലോസ് ഇല്ലാത്തപ്പോ ദൈവജനം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അടുക്ക് പ്രാസം ഒപ്പിച്ച് പ്രസംഗിച്ച മനുഷ്യനാണ് അപ്പല്ലോസ്. അപ്പോൾ അപ്പല്ലോസിനോട് ഒരു ചായ്വ് ഉണ്ടാകാം. ആ മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു താല്പര്യം. കർത്താവ് പറഞ്ഞു, എന്നാ ഞാനും അതങ്ങ് വിട്ടെന്ന് പറഞ്ഞു. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ പൗലോസ് ഓക്കെ, അവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ 3ാമതൊരു മനുഷ്യനെ വേറൊന്നും എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിന്റെ പക്ഷം, യേശുവിന്റെ പക്ഷക്കാരൻ. അത് നമുക്കറിയാം, ക്രിസ്തുവിന്റെ പക്ഷം. എന്നാൽ അതിന്റെ ഇടയിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ആരുടെ ഗ്രൂപ്പാ? പൗലോസിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം എന്നുണ്ട്. കണ്ടോ? കേഫ ആരാ? കേഫ പത്രോസ്. പത്രോസ്. നിനക്ക് കേഫ എന്ന് പേരാകും. പത്രോസിന് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അതിനെന്നാ കുഴപ്പം? 1-ാമത്തെ പോപ്പല്ലേ? 1-ാമത്തെ പോപ്പിന് ഒരു ഗ്രൂപ്പ് വന്ന എന്നാ കുഴപ്പം? നല്ലതല്ലേ? പത്രോസ് ശുശ്രൂഷകന്മാരിൽ 1-ാമൻ. പക്ഷെ ചരിത്രം പഠിച്ചപ്പോഴേ പത്രോസ് കൊരിന്തിൽ പോയിട്ടില്ല. നിങ്ങൾക്ക് ഇനി ആ വാക്യത്തിന്റെ ആഴം മനസ്സിലായോ? പൗലോസിനെ അവർ കാണുന്നുണ്ട്. പൗലോസിനെ കണ്ടു, അവന്റെ ശുശ്രൂഷ അനുഭവിച്ചപ്പോൾ ഒരു താല്പര്യമുണ്ട്. 2 അപ്പല്ലോസിനെ അവർ കണ്ടിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. ചോദ്യം, എടാ പത്രോസിനെ നീ കണ്ടിട്ടുണ്ടോ? ചിലര് പറയും അന്ന് 120 പേര് കൂടിയിരുന്നപ്പോൾ എങ്ങാണ്ട് ഞാൻ അതുവഴി പോയപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. കാരണം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോഴേ അത് ചിലരൊക്കെ പറയും മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പുള്ളിക്കും കൊരിന്തിലൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ലെവല് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സ്വോത്രം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിക്കാം, ഞാനപ്പോ അവരോട് ചോദിക്കുക, ഏതാ ഈ പത്രോസിന്റെ ഗ്രൂപ്പുകാരോട് ചോദിക്കുക, നീ പത്രോസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. യൂട്യൂബിലെങ്കിലും ഒരു മെസ്സേജ് കേട്ടിട്ടുണ്ടോ? ഇല്ല. വാട്സാപ്പില് എന്തെങ്കിലും? ഒന്നുമില്ല. പക്ഷെ പത്രോസിന്റെ കാര്യം പറഞ്ഞ പെരുപെരളിയുന്നേ ഒരു ആത്മസാന്നിധ്യം കയറി. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുള്ള മെസ്സേജാ ഞാൻ പറയുന്നത്. ആമേ സ്തോത്രം. അവരോടാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്, ഈ പത്രോസ് അല്ല നിനക്ക് വേണ്ടി മരിച്ചത്. ഏതാ? ആമേൻ. ഈ പൗലോസ് അല്ല നിനക്ക് വേണ്ടി മരിച്ചത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുന്നവരെപ്പോലും 2ാമതേ നിർത്താവൂ എന്നാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. യേശുവിന് കൊടുക്കേണ്ട പ്രാധാന്യം ദൈവമക്കളെ, ദൈവദാസന്മാർക്ക് കൊടുക്കരുത്.
നിങ്ങൾ എത്ര പേര് ഇത് ഉൾക്കൊള്ളുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ചോദിക്കും, പാസ്റ്റേ പ്രവാചകന്മാര് വേണം, ഞാനും പ്രവചിക്കാറുണ്ട്, ദൂത് പറയാറുണ്ട്. പാസ്റ്റർമാര് വേണം, മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നവർ വേണം. അവരെല്ലാവരും പറയും യേശുവിന് കൊടുക്കേണ്ട പ്രാധാന്യം ക്രിസ്തുവിന് തന്നെയായിരിക്കണം. ക്രിസ്തുവിന് കൊടുക്കേണ്ട പ്രാധാന്യം വേറെ ആർക്കുമില്ല. അവിടെ നിശ്ചിതമായി പൗലോസ് പറയാം, ക്രിസ്തുവിനേക്കാൾ ഉപരി പൗലോസ് ഒന്നുമില്ല, ക്രിസ്തുവിനേക്കാൾ ഉപരി പത്രോസ് ഒന്നുമില്ല, ക്രിസ്തുവിനേക്കാൾ ഉപരി ഞാൻ ഒന്നുകൂടി കടത്തി പറയാം, നമ്മുടെ ശുശ്രൂഷകൾ ഒന്നുമില്ല. യേശുവാണ് വളരുന്നത്. യേശുവിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കുകൂടി പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. യേശുവിനേക്കാൾ ഉപരി സ്വർഗം പോലും ഇല്ല. എത്രവർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? ചിലര് മിണ്ടുന്നില്ല. എന്റെ പൊന്നുപദേശി, ഞങ്ങൾ ഈ ഗ്ലോറിയും വിക്ടറിയും പറഞ്ഞിരിക്കുന്നത് മുഴുവൻ എവിടെ പോകാനാ? സ്വർഗത്തിൽ പോകാനാ. സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരല്ല സ്വത്രം പറഞ്ഞാട്ടെ. സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വചനം മനസ്സിലായതിനായി സ്വത്രം. നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്ത മനസ്സിലായി. പാസ്റ്റേ പോകാനൊക്കെ അറിയാം, ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് എവിടാന്നും പറഞ്ഞാ പോകുന്നേ? ഏതാ? ഈ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്താണ് സ്വർഗം എന്ന് അറിഞ്ഞാൽ നമുക്ക് ടാക്സി വിളിച്ചാണെങ്കിലും പോകാം. ചിലര് പറയുന്നു സ്വർഗത്തിൽ പോവാം, സ്വർഗത്തിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ ഇത് എവിടാന്നും പറഞ്ഞാ നമ്മൾ പോകുന്നേ? വഴി അറിയാവോ? സ്വർഗത്തിൽ പോകാനുള്ള വഴി ആർക്കെങ്കിലും അറിയാം? ഇല്ല. യേശു പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പോലും ആര് വേണം? യേശു വേണം. യേശു വേണം. കേട്ടോ ക്രിസ്തുവിന്റെ പ്രാധാന്യം. എനിക്ക് സ്വർഗത്തിൽ പോകാൻ പോലും യേശു വേണമെങ്കിൽ സ്വർഗം രണ്ടാമതാ, യേശു എനിക്ക് ഒന്നാമത്. ഇന്ന് രാത്രി ആ ഒരു ആത്മതലത്തിലേക്ക് ശുശ്രൂഷയല്ല ഒന്നാമത്, പ്രവചനമല്ല വലുത്, പ്രാർത്ഥനകളല്ല വലുത്, ക്രിസ്തു ഒന്നാമത്, സ്വർഗം ഒന്നാമത്, സ്വർഗം ഒന്നാമത്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിലേക്ക് അത് സ്തോത്രം. അതുകൊണ്ട് വീണ്ടും പറയുന്നത്, ഈ പ്രാർത്ഥന വേണ്ടെന്നോ ഉപവാസങ്ങൾ വേണ്ടെന്നോ അഭിഷിക്തന്മാർ വേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സന്ദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. ക്രിസ്തുവിന് കൊടുക്കേണ്ട പ്രാധാന്യം വേറെ ഒന്നിനും കൊടുക്കരുത്. യേശുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. 1-ാം അധ്യായം മുതൽ പൗലോസ് എഴുതി ഉറപ്പിക്കുന്ന വാക്കതാണ് സ്തോത്രം. നിങ്ങൾ എന്നൊരു വാക്ക് പൗലോസ് ഈ ലേഖനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് കേൾക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം നിങ്ങൾ, 3-ാം അധ്യായം 1-ാം വാക്യം നിങ്ങളുടെ ഇടയിൽ, 4-ാം അധ്യായം 2-ാം വാക്യം നിങ്ങൾ, 5-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ, 6-ന്റെ 1 നിങ്ങൾ, 7-ന്റെ 1 നിങ്ങൾ, 13-ാം അധ്യായം മുഴുവൻ നിങ്ങൾ എന്നുള്ള വാക്കാം. നിങ്ങളിൽ സ്നേഹമില്ല, നിങ്ങളിൽ അതില്ല, ഇതില്ല. കണ്ടോ? നിങ്ങൾ യു എന്ന വേർഡ് മറ്റുള്ളവരോട് ദൂത് പറഞ്ഞുകൊണ്ടിരുന്ന പൗലോസ 16-ാം അധ്യായം തന്റെ പുസ്തകം അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുൻപ് സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പൗലോസ് പറയുന്നൊരു വാക്ക്, നിങ്ങൾക്കൊരു വാതിൽ തുറന്നെന്നല്ല, മറ്റുള്ളവരോട് ദൂത് പറഞ്ഞവൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്നവൻ, മറ്റുള്ളവരെ പ്രബോധിപ്പിച്ചവൻ. ഇവിടെ പറയാ, എനിക്ക് വേണ്ടിയും ദൈവം ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. ഇന്ന് രാത്രി മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നവർ ഇരിപ്പുണ്ടോ? നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം തീർക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടുന്നതും അതിനിടയിൽ കരുതുന്നവൻ ഉയരത്തിലുണ്ട്. പൗലോസ് പറഞ്ഞ, എനിക്കൊരു വാതിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും? ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവം വഴി തുറന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സ്തോത്രം. പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തോണം, എതിരാളികൾ വരുമ്പോൾ ഓർത്തോണം, ഒരു ചെങ്കടൽ വരുമ്പോൾ ഓർത്തോണം, ഒരു യോർദാൻ വരുമ്പോൾ ഓർത്തോണം, ഇതിനകത്തൊരു വഴി കടപ്പുണ്ട്. ഒരു ചെങ്കടൽ വരുമ്പോൾ നിങ്ങൾ ക്ഷീണിക്കാതെ പറയണം, എന്റെ കണ്ണ് കാണാത്തതും ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്നതുമായ ഒരു വഴി ഈ ചെങ്കടലിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഒരു യോർദാൻ വരുമ്പോൾ ഓർത്തോണം, അവൻ ആത്മാവിൽ പ്രഖ്യാപിക്കണം, ക്ഷീണിക്കാതെ പറയണം, ഇതിനകത്ത് ഞാൻ കാണാത്തതും ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്നതുമായ ഒരു വഴിയുണ്ട്. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു 12 കല്ല് ഇതിനകത്ത് ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. 12 കല്ല് മറച്ചു വെക്കാതെ എന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ പറ്റും? ആമേൻ പറയാൻ പറ്റും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ചോദിക്കട്ടെ, പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണോ വഴി ഉള്ളത് കൊണ്ടാണോ പ്രതിസന്ധി?
കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു ചിലർക്കൊക്കെ. പ്രശ്നം ഉള്ളത് കൊണ്ടാണോ വഴി ഉള്ളതുകൊണ്ടാണോ പ്രശ്നം? ചിലരുടെ ധാരണ എങ്ങനെയാണെന്നറിയാമോ? നമുക്ക് പ്രശ്നമൊക്കെ വന്ന് ഒരു പിടുത്തവും ഇല്ലാതെ പിടിവിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ 21 ഇരിക്കും. കർത്താവേ വഴി തുറക്കണേ അപ്പാ, തുറന്നേ പറ്റൂ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇരുന്നതിന്റെ 19ാമത്തെ ദിവസം സ്വർഗത്തിൽ ക്യാബിനറ്റ് കൂടും. സ്വർഗത്തിൽ ക്യാബിനറ്റ് കൂടുമ്പോ കർത്താവ് ചോദിക്കുക, എന്റെ മക്കളെ എന്താ നമുക്ക് പെട്ടെന്നൊരു എമർജൻസി മന്ത്രിസഭ എങ്ങനാ? അതെ, നമ്മുടെ ആ ഗുജറാത്തിൽ ഒരു വാസം ഉണ്ടല്ലോ, നമ്മുടെ ജൂയി പ്രകാശ്, പുള്ളി എനിക്ക് തന്നേ പറ്റൂ എന്ന് 19 ദിവസമായിട്ട് വഴി തുറക്കണം എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ശല്യം ചെയ്യുക. എന്നാ ചെയ്യണം? അപ്പൊ ഈ ഗുജറാത്തിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ദൂതനോട് പറയും, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു വഴി അങ്ങ് വെട്ടിയാനെ. സ്വത്രം. അങ്ങനെ ദൂതൻ നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ 20ാമത്തെ ദിവസം മമ്പട്ടിയായിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നു, ഒറ്റ വഴി വെട്ടുന്നു. 21ാം തീയതി വൈകിട്ട് നമ്മൾ ആശീർവാദം പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് ഒരു വഴി തുറക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നേ, ഞാൻ ഇരുന്നു തുറന്നു. കണ്ടോ, നമ്മൾ പറയാറില്ലേ, ഞാൻ 21 ഇരുന്നു തുറന്നു എന്നൊക്കെ പറയാറില്ലേ? എന്തുകൊണ്ടാ? നമ്മുടെ ധാരണ ഞാൻ ഇരുന്നത് കൊണ്ട് തുറന്നെന്നാ. ചുമ്മാതാ. ഞാൻ ഇരുന്നത് കൊണ്ട് തുറന്നതല്ല, ദൈവം തുറന്നത് കൊണ്ട് ഞാൻ ഇരുന്നതാ. മനസ്സിലായില്ല? ഞാൻ ഇരുന്നത് കൊണ്ടല്ല ദൈവം തുറന്നത്, ദൈവം തുറന്നത് കൊണ്ട് എന്നെ ഇരുത്തിയതാ. നമ്മൾ ഈ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം നിനക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാ, നിന്റെ കയ്യിലോട്ട് തരാൻ. നിന്റെ അന്തരാത്മാവിൽ ഒരു താല്പര്യം ദൈവം തന്നിട്ട് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലും അടപ്പിക്കുകയാ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും ഓരോ ഉപവാസങ്ങളിലും നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് എന്തെന്നറിയാമോ? അപ്പച്ച, ഞാൻ ഇരിക്കുന്നത് എന്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നെ ഇരുത്തിയത് എന്തിനെന്ന് നിനക്കറിയാം. എന്നെ ഇരുത്തിയത് എന്തിനാണോ, എന്നെ ഉപവസിക്കാൻ പ്രേരിപ്പിച്ചത് എന്തിനാണോ, എന്നെ ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിച്ചത് എന്തിനാണോ, ഈ പ്രാവശ്യം ഞാൻ ഇതാ ബൈബിൾ ഈ അധ്യായം വായിക്കുന്നു. എനിക്കിതൊരു ബൈബിളായിട്ട് ഞാൻ വായിച്ചു വിടും. പക്ഷെ നിനക്കറിയാം ഈ അധ്യായം എന്നെ എന്തിനാണ് വായിപ്പിച്ചതെന്ന്. എന്റെ ഈ സാഹചര്യത്തിൽ എന്നോട് ഇടപെടാൻ ഏതോ ഒരു വാക്യം ഇതിനകത്തുണ്ട്, എന്തോ ഒന്ന് ഇതിനകത്തുണ്ട് കർത്താവേ, അതെനിക്ക് കാണണം, അതെനിക്കറിയണമെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരോട് നോക്കി ഞാൻ പറയാം, നിങ്ങളുടെ കണ്ണ് വിലയേറിയത് കാണും, നിങ്ങളുടെ കണ്ണ് മിറക്കിൾ കാണും, നിങ്ങളുടെ കണ്ണ് അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ. പ്രിയരെ, പ്രശ്നം ഉള്ളത് കൊണ്ട് വഴി തുറക്കുകയല്ല, വഴി തുറന്നത് കൊണ്ട് ആ പ്രശ്നമുള്ളത്. ഹല്ലേലൂയ. അബ്രഹാം ഉള്ളത് കൊണ്ടാണോ ലോത്തുള്ളത്? ലോത്തുള്ളത് കൊണ്ടാണോ അബ്രഹാം ഉള്ളത്? ചോദ്യം മനസ്സിലായോ? അബ്രഹാം ഉള്ളത് കൊണ്ടാണോ ലോത്തുള്ളത് കൊണ്ടാണോ അബ്രഹാം? അബ്രഹാം ഇല്ലെങ്കിൽ ലോത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേദപുസ്തകത്തിലില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴേ, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലോ ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കടയുടെ വരാന്തയിൽ 2 ലോത്തുമാരെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന പുള്ളിയാണല്ലോ ലോത്ത്. നിങ്ങൾ 2 ലോത്തിനെ കാണുക, നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ പൊന്നുവാസേ തീർന്നു, എന്റെ ശുശ്രൂഷയും തീർന്നു, എന്റെ പ്രാർത്ഥനയുടെ ലോത്തിനെ എന്നെ നശിപ്പിക്കാൻ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നു. നോ 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 നോ. ലോത്തിനെ കണ്ടാൽ നിങ്ങളുടെ ഉള്ളിൽ സ്തോത്രം പറയണം. ലോത്തിനെ കണ്ട സ്തോത്രം ചെയ്തിട്ട് പറയണം, ഈ ലോത്തിനെ ഞാൻ കണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ, ഈ പരിസരത്ത് എവിടെയോ കൂടാരവാതിൽക്കലിരിക്കുന്ന ഒരു അബ്രഹാം ഉണ്ട്. കൂടാരവാതിൽക്കലിരിക്കുന്ന ഒരു അബ്രഹാം ഉണ്ട് എന്നതിന്റെ തെളിവാണ് പട്ടണത്തിൽ കറങ്ങി നടക്കുന്ന ഒരു ലോത്ത്. പട്ടണത്തിൽ കറങ്ങുന്ന ലോത്തുണ്ടെങ്കിൽ ഓർക്കുക, കൂടാരത്തിലിരിക്കുന്ന ഒരു അബ്രഹാം ഉണ്ട്. വെല്ലുവിളിക്കുന്ന ഒരു ഗോല്യാത്ത് ഉണ്ടെങ്കിൽ ഓർക്കുക, മറുവശത്ത് കാട്ടിനകത്ത് എവിടെയോ നിയോഗം പ്രാപിച്ച് മറഞ്ഞു കിടക്കുന്ന ഒരു ദാവീദുണ്ട്. ദാവീദ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ദൈവം ഒരു ഗോല്യാത്തിനെ ദൈവം അനുവദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന നീ നിന്റെ വീട്ടിനകത്ത് ദൈവം കണ്ടതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ പ്രതിസന്ധി ദൈവം അനുവദിച്ചത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞ വേർഡ്? നിന്നിലെ പ്രാർത്ഥനയുടെ ശക്തിയും നിന്നിലെ അഭിഷേകവും നിന്നിലുള്ള നിയോഗങ്ങളും ദൈവം കണ്ടിട്ടാണ് നിന്റെ വീട്ടിലൊരു പ്രതിസന്ധി ദൈവം അനുവദിച്ചതെങ്കിൽ ഇന്ന് രാത്രി കുടഞ്ഞെഴുന്നേറ്റിട്ട് പറ, എന്നിലെ ദൈവ സാന്നിധ്യം ആത്മമണ്ഡലത്തിൽ ഞാൻ വെളിപ്പെടുത്തും. അതൊരിക്കലും തടുക്കുവാൻ പിശാചിനെ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ശക്തിയോടെ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ജോളി ബേബി എന്നുള്ള കർത്തൃദാസിയോട് ദൈവദാസി അവൻ പ്രിയ ആന്റിയോട് ദൈവാത്മ പറയുന്നു, നിന്റെ മേൽ കിടക്കുന്ന ഒരു അസാധാരണ ഒരു അഭിഷേകമുണ്ട്. പ്രാർത്ഥനയുടെ വചനത്തിന്റെ ധ്യാനിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഉടമന ഘടകസ്യം ധര പരിശുദ്ധാത്മനോട് ഇങ്ങനെ ഒരു വേർഡ് പറയുന്നു, നീ വായിക്കുന്നതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില വചനത്തിന്റെ വെളിപ്പാടുകൾ
പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നാവിനെ അധികാരപ്പെടുത്തും. രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലായി കുടുംബത്തോടടിച്ചതായ തിരമാലകൾ, പക്ഷെ അവിടെ ഉണർന്ന് തല ഉയർപ്പോടുകൂടി വാളുമായി നിന്നൊരു യോദ്ധാവിനെ പോലെ ആത്മസാന്നിധ്യത്തിൽ ജ്വലിച്ചത് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അടകമനഘടകസ്യ, അതുകൊണ്ട് തന്നെ വീണ്ടും ശക്തിയോടുകൂടി നിൽക്കുക. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഉണ്ട്. സിബി ബിജു, നിന്റെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകം വലുതാണ്. പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. പ്രാർത്ഥനയുടെ ഒരു അധികാരം നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ടാണ് ചില ഉലച്ചിലുകൾ ഭവനത്തിൽ കാണുന്നത്. അടകമനഘടകസ്യ ഒന്നുകൂടി പറയുന്നു, ചെങ്കടലിന് മുമ്പിൽ നിലവിളിച്ചപ്പോഴല്ല മോശയ്ക്ക് ഞാൻ വടി കൊടുത്തത്. ചെങ്കടൽ വരുന്നതിലും നാളുകൾക്ക് പുറകിൽ മോശയുടെ കയ്യിൽ ഇന്നത്തെ ചെങ്കടലിനുള്ള പരിഹാരം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ കാണുന്ന ചില പ്രതിസന്ധിയുടെ പരിഹാരം പ്രാർത്ഥനയുടെ വടി, അഭിഷേകത്തിൻ്റെത് നാളുകൾക്ക് പുറകിൽ നിന്റെ കരത്തിൽ ഞാൻ തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ജ്വലിപ്പിച്ച് പുറത്തു വരിക. ആത്മമണ്ഡലത്തിൽ ചിലതിനെ വെട്ടാൻ നിയോഗം ഇന്ന് രാത്രി കൈമാറുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ശബരബഡഗസി, അർത്ഥമനഘടകസി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം എനിക്കൊരു വഴി തുറന്നിരിക്കുന്നത് പ്രതിസന്ധിക്കകത്താണെങ്കിലും ദൈവത്തിന്റെ വഴി തികവുള്ളതായിരിക്കും, അത് എന്റെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ, ആമേൻ. ചില വഴികൾ ദൈവം മറച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിസന്ധികൾക്കകത്താണ് കേട്ടോ. ചില പ്രതിസന്ധികൾക്കകത്ത് ദൈവം വഴി മറച്ചു വെക്കുമ്പോഴേ നമ്മളെ ഇല്ലാതാക്കി കളയാനല്ല, നമ്മളെ തകർത്ത് കളയാനല്ല. അതിനകത്ത് ദൈവം മറച്ചു വച്ചിരിക്കുന്ന വഴി ശക്തിയോടെ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത, ആ ഒരു വേർഡ് കൂടി പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മുടെ മുൻപിൽ ചില നിമിഷങ്ങൾ കൂടി മാത്രമല്ലേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി ചിന്തകൾ, ഒത്തിരി ആഴങ്ങൾ അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ടെങ്കിലും ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത നമ്മൾ കാണുന്നത് പോലെയല്ല ദൈവം നമ്മുടെ വഴി കാണുന്നത്. രണ്ട്, ദൈവം വഴി തുറക്കുന്നത് എപ്പോഴാണ്? അതൊന്നും അറിയാനാ പാസ്റ്ററെ ഞങ്ങൾ ഇതെല്ലാം ഇരിക്കുന്നത്. ഞങ്ങൾക്കറിയാം പാസ്റ്റർ വഴി, കർത്താവ് വഴി തുറക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ശത്രു എത്ര വെല്ലുവിളിച്ചാലും തുറക്കുമെന്നറിയാം. ആ ഡേറ്റ് ഒന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ആശീർവാദം പറയാൻ റെഡിയാ. ആ ഡേറ്റ് ഒന്ന് അറിഞ്ഞാൽ ഇന്ന് സ്വോത്ര കഞ്ഞി വെക്കാനും ഞങ്ങൾ റെഡിയാ, അല്ലെ? എനിക്കും അറിയത്തില്ല എന്നാ ചെയ്യാനെന്ന് അറിയത്തില്ല, സ്വോത്രം. പക്ഷെ ബൈബിൾ ഒരു കാര്യം പറയുന്നുണ്ട്, തക്ക സമയത്ത് അവൻ തുറക്കും. ഒരു കാര്യം ഉറപ്പാ, വീട്ടിനകത്ത് വീഞ്ഞു തീർന്ന കാര്യം നാട്ടുകാരറിയുന്നതിന് മുൻപ് വീട്ടിനകത്ത് വീഞ്ഞു തരും. അതേത് സമയമാണോ ആ സമയം, അതൊന്നും എനിക്കറിയത്തില്ല. നീ വീട്ടിനകത്ത് വീഞ്ഞു തീർന്നല്ലോ, കല്യാണ വീട്ടിനകത്ത് വീഞ്ഞു തീർന്നല്ലോ. ആ വീഞ്ഞു തീർന്ന കാര്യം നാട്ടുകാരിൽ എത്തുന്നതിന് മുൻപ് യേശു അതിന്റെ പരിഹാരം ചെയ്തിരിക്കും. അതേത് സമയമാണോ ആ സമയം, ഏത് ടൈമാണോ ആ ടൈം, അതേത് ടൈമാണോ അതുവരെ ഞാൻ അവൈലബിൾ ആയിരിക്കും. ഇന്ന് രാത്രി നിനക്ക് എപ്പോൾ വഴി തുറക്കും എനിക്കറിയില്ല, തക്ക സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാം, പെന്തിക്കോസുകാരായി നമ്മൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ രണ്ട് വാക്കുകളുണ്ട് വേദപുസ്തകത്തിൽ. എബ്രായ ലേഖനത്തിലാണ് ഒന്ന്, തൽസമയം. തൽസമയം കേട്ടിട്ടുണ്ടല്ലോ, തൽസമയം. രണ്ട്, തക്ക സമയം. ഈ രണ്ട് സമയവും മറക്കരുത്. ദൈവം വഴി തുറക്കുന്നത് എപ്പോഴാണെന്ന് ഓർത്തോ. ഈ തൽസമയം എന്നതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു വേർഡ് ടൈം ഇൻ നീഡ് എന്നൊരു വേർഡാണ്. ടൈം ഇൻ നീഡ്, ആവശ്യത്തിന്റെ സമയം, ടൈം ഇൻ നീഡ്, തൽസമയം. ഇന്ന് എനിക്കൊരു നമുക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആകാനുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പൊ എനിക്കൊരു 5 ലക്ഷം രൂപ ഇന്ന് എനിക്ക് ആവശ്യം. അതിന് ഇംഗ്ലീഷിൽ തന്നെ പറയും ടൈം ഇൻ നീഡ്, തൽസമയമാണ്, എനിക്ക് ഇന്ന് വേണം. പക്ഷെ ബൈബിൾ പറയുന്ന ആ സമയത്ത് വിടുതൽ തരുമെന്ന് ബൈബിൾ വാക്യമില്ല. ടൈം ഇൻ നീഡിൽ വിടുതലില്ല. നമ്മൾ പറയുന്ന ഈ ടൈം ഇൻ നീഡിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ തൽസമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴേലും കിട്ടിയിട്ട് കാര്യമാണ്. സ്വസ്ത്രം, മനസ്സിലാവുന്നുണ്ടോ? ടൈം ഇൻ നീഡ്, തൽസമയത്ത് എന്താ കിട്ടുന്നേ? ബൈബിൾ വായിക്കുന്ന എത്ര പേർക്ക് അറിയാൻ പറ്റും? തൽസമയത്ത് കൃപ പ്രാപിക്കാൻ കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുക. അപ്പൊ തൽസമയത്ത് എന്താ കിട്ടുന്നേ? കൃപ കിട്ടും. അതുകൊണ്ടാ 5 ലക്ഷം അല്ല 50 ലക്ഷം കടമുള്ളവർ ഇതിനകത്ത് ഗ്ലോറിയും വിക്ടറിയും പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിടുതൽ കിട്ടിയിട്ടുമല്ലോ ആണ്, ഒരു വിടുതലും ഇല്ല. വിടുതലില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലായി. നമുക്ക് പലതും വിടുതലുകളൊന്നും ഇല്ലെന്നേ. പക്ഷെ ടൈം ഇൻ നീഡിൽ ഒന്നും നടക്കുന്നില്ല. കൃപ കൂട്ടി തന്നുകൊണ്ടിരിക്കുക. അങ്ങ് എന്താ, നമുക്ക് തല പൊക്കി നിൽക്കാനുള്ള അവസ്ഥയല്ല, തല പൊക്കാൻ പറ്റാത്തത് പോലുള്ള പ്രതിസന്ധിയാ. ടൈം ഇൻ നീഡാ. ഇന്ന് അത്ഭുതം കിട്ടണം, ഇന്ന് മിറക്കിൾ നടക്കുന്നത് പോലെ ഇരിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട. നമുക്കറിയത്തില്ല, പക്ഷെ തമ്പുരാൻ പറഞ്ഞു ഞാൻ കൃപ തരാം. നമുക്ക് ഒരു ടെൻഷനും ഇല്ല, നമ്മൾ കിടന്നാ മതി, ഉറങ്ങും, അല്ലേ?
കിടന്നാൽ മതി നമ്മൾ ഉറങ്ങും. ടൈം ഇൻ നീഡാ, നമുക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷെ അടുത്തൊരു വേർഡുണ്ട്, 1 പത്രോസിന്റെ ലേഖനം 5 ആമേൻ സ്തോത്രം. അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടത്. അതിലെഴുതിയിരിക്കുന്ന വേർഡ് തന്നെ അറിയോ? ഡ്യൂ ടൈം. ഡ്യൂ ടൈം. ടൈം ഇൻ നീഡും ഉണ്ട്, ഡ്യൂ ടൈമും ഉണ്ട്. ദൈവം കൃപ തരുന്നത് തൽസമയത്തും, അത്ഭുതം ചെയ്യുന്നത് തക്ക സമയത്തും. ഈ തക്ക സമയം എന്നുള്ളത് നമുക്കറിയത്തില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇന്ന് രാത്രി നമുക്ക് പ്രത്യാശിക്കാം, ഈ 11 മണിക്ക് മുൻപ് എന്റെ തക്ക സമയമാകും. ആമേൻ. ഈ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയാകട്ടെ തക്ക സമയം. പല വിടുതലുകളുടെയും തക്ക സമയമായി ഇന്ന് രാത്രി ദൈവം മാറ്റട്ടെ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത് തൽസമയത്തിലല്ല, തക്ക സമയത്തിലായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് വായിക്കാം. എബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു. ആ വാക്ക് നിങ്ങൾ അടിയിൽ വരയിടണം. 21:2 യഹോവ അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു. കണ്ടോ, ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഒരു അവധി വെച്ചിരുന്നു. സ്തോത്രം. ആ അവധി ഡ്യൂ ഡേറ്റ് ആയപ്പോൾ, അതിനു മുൻപ് ഹാഗർ വന്നു, അബീമേലേക്ക് വിഷയം ഉണ്ടാക്കി, പ്രതിസന്ധികൾ വന്നു, ലോത്ത് വന്നു പോയി, വിഷയങ്ങൾ വന്നു, ഒക്കെ ശരിയാ. പക്ഷെ വചനം പറയുന്നു ആ സമയത്തും തെറ്റത്തില്ല. നിനക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്. ആ ടൈമിൽ ഞാൻ നിനക്ക് വേണ്ടി വഴി തുറന്നിരിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ രാത്രി ആ ഡ്യൂ ഡേറ്റ് ആയി മാറട്ടെ. ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഡ്യൂ ഡേറ്റ് ആയി ഇന്ന് രാത്രി മാറട്ടെ. ആ ഡേറ്റ് ഈ ടൈമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വഴി തുറന്നാൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ആ ഒറ്റ വേർഡ്, വാക്യങ്ങൾ എടുക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. വാക്യം മാത്രം പറഞ്ഞ് വാക്ക് മാത്രം പറഞ്ഞ 1 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തുറന്നാൽ വഴിയുടെ പ്രത്യേകത അത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ദൈവം തുറന്നാൽ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരിക്കലും ചില സഹോദരിമാർ അതിരാവിലെ കല്ലറയ്ക്കലേക്ക് പോകുമ്പോൾ ഒറ്റ ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? കല്ല് ആര് എനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റും? യേശുവിന് ഉയർക്കാൻ കല്ല് മാറ്റേണ്ട ആവശ്യമുണ്ടോ? അടഞ്ഞ മുറിക്കകത്ത് വരാമെങ്കിൽ അടഞ്ഞ കല്ലറയെന്ന് വരത്തില്ല. പിന്നെന്തിനാ കല്ല് മാറ്റിയേ? യേശു ഉയർത്തപ്പോൾ കല്ല് മാറ്റിയത് എന്തിനാ? ഞാൻ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒറ്റ ഉത്തരേ ഉള്ളൂ. കർത്താവ് എന്നോട് പറഞ്ഞു, മറിയേ നിനക്ക് വേണ്ടി. നിന്റെ ചോദ്യം എന്നാ? ആര് മാറ്റും? ഉത്തരം, ഞാൻ മാറ്റും. ഇത്രേ ഉള്ളൂ. സ്തോത്രം. അല്ലാതെ എനിക്ക് വരാൻ വേണ്ടി മാറ്റിയതല്ല. നിന്റെ നിഷ്കളങ്കതയിൽ ഒരു ചോദ്യം അല്ലേ, അപ്പച്ച ഈ വിഷയം ആര് മാറ്റുമെന്ന്? ഉത്തരം ഇത്രേ ഉള്ളൂ, എന്നെ കൊണ്ട് പറ്റും. ആ കല്ല് മാറ്റി. ഇന്ന് നിങ്ങൾ അവിടെ ചെന്നാലും ആ കല്ല് തിരിച്ചുരുട്ടി വെച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുക. തുറന്നത് ദൈവമെങ്കിൽ, മാറ്റിയത് ദൈവമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം ചിലത് ഉരുട്ടി മാറ്റിയാൽ തിരിച്ചുരുട്ടി വെക്കാൻ ഒരു ലോകശക്തിക്കോ ആദൃശ്യ മണ്ഡലത്തിനോ കഴിയത്തില്ല. ഈ രാത്രി ചില കുടുംബങ്ങളിൽ ആ കല്ലുകളെ ദൈവം ഉരുട്ടി മാറ്റുകയാണ്. ചിലതിനെ ദൈവം ഉരുട്ടി മാറ്റുകയാണ്. ചില വിഷയങ്ങളെ അവൻ ഉരുട്ടിക്കളയുകയാണ്. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. തലമുറകളുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന അവരെ ട്രൈ ചെയ്യുന്നുണ്ട്. ചില ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ ചില പേപ്പറുകൾ മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ കല്ലുരുട്ടി വെച്ചിരിക്കുന്നത് പോലെ ആര് എവിടെ എന്നുള്ള ഒരു വലിയൊരു ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞത്, എന്റെ ദൂതൻ ഇറങ്ങിയത് ഉരുട്ടി മാറ്റും. ഇനി അത് ഭാരമാകില്ല. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി എന്റെ ദൈവം എനിക്ക് വേണ്ടി അത് ഉരുട്ടിക്കളയും. എന്റെ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി അത് ഉരുട്ടിക്കളയും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. രോഗബന്ധനങ്ങൾ ഇത് രാത്രി അഴിഞ്ഞു മാറട്ടെ. ചില രോഗബന്ധനങ്ങൾ ഇത് രാത്രി അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹാഷ്മി എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇതിനകത്തുണ്ട്. നിനക്ക് വേണ്ടി ദൈവം വെച്ചിരുന്ന ഒരു അവധിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു അവധിയുണ്ട്. ആ അവധി തെറ്റത്തില്ല. ദൈവം വെച്ച സമയം തെറ്റത്തില്ല. എവിടെയൊക്കെയോ പൊളിഞ്ഞു, എവിടെയൊക്കെയോ ക്ഷീണിച്ചു, എവിടെയൊക്കെയോ ഒരു പേപ്പർ മടക്കി വെച്ചിരിക്കുന്നത് പോലെ മടങ്ങിയിരിക്കുന്ന ചില വിടുതലുകളുണ്ട്. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, നിനക്കത് മടങ്ങി, നിനക്കത് ലേറ്റായി, നിനക്ക് പലതും കാണുന്നില്ല. ദൈവം പറയുന്നു,
ഡ്യൂ ഡേറ്റ്, തക്ക സമയത്ത് മഹത്വം ഇറങ്ങി വരും. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇടപെട്ട ദൂതുകൾക്കായി സ്തോത്രം, ശബ്ദത്തിനായി സ്തോത്രം. വഴി തുറക്കുന്ന ദൈവം ഈ രാത്രി ജനത്തിന് വേണ്ടി തുറന്നു തുടങ്ങിയതിനായി നന്ദി. അത്ഭുതം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ